ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു സന്ധ്യ സമയത്തെ ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ വേദിയിൽ എൻ്റെ കുടുംബാംഗങ്ങളായി ബന്ധുജനങ്ങളായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. രാമായണം കാലാനുവർത്തിയാണോ? എങ്ങനെയാണ് രാമായണം കാലത്തിന് അനുഗുണമാകുന്നതും കാലാതിവർത്തിയും ഒക്കെ ആയിത്തീരുന്നത്? രാമായണത്തിൽ നിന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട, മനസ്സിലാക്കേണ്ട, സ്വീകരിക്കേണ്ട ജീവിത മൂല്യങ്ങൾ എന്തൊക്കെ? ഇതാണ് പറയാൻ എൻ്റെ മനസ്സിലുള്ള വിഷയം. രാമായണം എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സമൂഹ മനസ്സിനെ രൂപീകരിക്കുന്ന മഹത്തായ ഒരു ജീവിതാദർശം പ്രദാനം ചെയ്യുന്ന, ശാശ്വതമായ ജീവിത മൂല്യങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ജീവചരിത്രമാണ്. ആ ജീവചരിത്രം കാലം എത്ര മാറിയാലും എല്ലാ കാലത്തും ആ ജീവചരിത്രത്തിന് പ്രാധാന്യമുണ്ട്, കാലികമായ പ്രസക്തിയുമുണ്ട്. എന്തുകൊണ്ടാണ് പ്രസക്തി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, വേദതത്വമാണ് രാമായണത്തിലൂടെ പറയാൻ ഋഷി ഉദ്ദേശിച്ചത്. വൈദികമായ ജീവിത തത്വങ്ങളെയാണ്, വേദത്തിൻ്റെ പരമമായ സാരത്തെയാണ് രാമായണത്തിലൂടെ ഭാരത ഋഷി നമുക്ക് സമ്മാനിച്ചത്. അഗാധവും അപാരവും അത്ഭുതവും ഒക്കെ ആയിട്ടുള്ള വേദം സർവസാധാരണക്കാരന് മനസ്സിലാക്കുക, പഠിക്കുക എന്നത് വലിയ കഷ്ടം. വളരെയധികം തപം ചെയ്ത ഋഷിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ദുഃഖമുണ്ടാകുന്നു. ഈ മഹത്തരമായ ആശയത്തെ, തത്വത്തെ സാമാന്യ ലോകത്തിന് മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷേ ഭാരത ഋഷി വേദത്തിലെ പരമമായ തത്വങ്ങളെ, ജീവിതാദർശങ്ങളെ ഇവിടെയുള്ള ജനസാമാന്യത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ചില സൂത്രങ്ങൾ പ്രയോഗിച്ചു. ആ സൂത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മഹത്തുക്കളായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം എഴുതുക. വേദത്തിലെ പരമമായ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ച മഹത്തുക്കളെ ലോകത്തിന് പരിചയപ്പെടുത്തുക. എന്നിട്ട് ഈ വേദതത്വത്തിൻ്റെ പ്രകടീകൃത രൂപങ്ങളായിട്ടുള്ള ഈ മഹത്തുക്കളുടെ ജീവിതത്തെ പിൻപറ്റി ജീവിക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കുക. അങ്ങനെ വേദത്തിലെ സൂക്ഷ്മമായ തത്വങ്ങളെ സമൂഹത്തെ പഠിപ്പിക്കാൻ ഭാരത ഋഷി കണ്ടെത്തിയ സൂത്രമാണ് ഇതിഹാസങ്ങൾ. വീണ്ടും ഋഷിയുടെ മനസ്സിലൊരു സൂത്രം വന്നു. കഥയാണ് പറയാൻ ഏറ്റവും നല്ലതും ജനസമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതും. ഏത് പ്രായത്തിലും ഏത് ദേശത്തിലും കഥയെന്ന് കേട്ടാൽ സർവർക്കും സന്തോഷമാണ്, സ്വീകാര്യതയുണ്ട് അതിന്. അതുകൊണ്ട് കഥകളിലൂടെ വേദതത്വങ്ങളെ, വേദസാരത്തെ പഠിപ്പിക്കുക. നാരായണ ഗുരുദേവന്റെ വാക്കിൽ പറഞ്ഞാൽ, വേദത്തിൻ പൊരുൾ വെളിച്ചത്ത് കാട്ടുവാൻ മുനി പുരാണങ്ങൾ ചമച്ചു. വേദത്തിന്റെ പരമമായ പൊരുൾ, സത്യം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പുരാണങ്ങളിലൂടെ കഥാരൂപത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഇതിഹാസങ്ങളും പുരാണങ്ങളിലൂടെയും ഒക്കെ, കഥകളുടെയും ജീവചരിത്രത്തിൻ്റെയും ഒക്കെ സഹായത്തോടെ ഈ വേദസരണിയെ, വേദതത്വത്തെ, ജീവിത മൂല്യങ്ങളെ, ആദർശങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്യാനുള്ള പരിശ്രമത്തിൽ
ഈ ഭാരതവർഷത്തിലെ ആദ്യത്തെ പരിശ്രമമാണ്, അത്തരത്തിലുള്ള ഒന്നാണ് ഭാരതത്തിൻ്റെ അല്ല വിശ്വത്തിൻ്റെ സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രിയായി രാമായണം ജനിച്ചത്. ആദ്യമൊരു തറവാട്ടിൽ പിറന്ന കുഞ്ഞ രാമായണം. സാഹിത്യ തറവാട്ടിൽ ഒരു പൊന്നോമന പുത്രിയായി രാമായണം പിറന്നു. നമ്മുടെ തറവാട്ടിൽ ആദ്യമായൊരു കുഞ്ഞ് ജനിച്ചാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എല്ലാവരും അതറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ സമീപത്ത് ചെല്ലും. എല്ലാവരും ആ കുഞ്ഞിനെ എടുത്ത് താലോലിക്കും. അവരുടെ കയ്യിലുള്ളതെല്ലാം ആ കുഞ്ഞിനായി സമർപ്പിക്കും. അവർ കൊണ്ടു കൊടുത്തിട്ടുള്ള കുങ്കുമലേപനങ്ങളും ചന്ദനലേപനങ്ങളും അമ്പരാഡംബരങ്ങളും ആഭരണങ്ങളുമൊക്കെ ആ കുഞ്ഞിനെ അണിയിക്കും. അങ്ങനെ മാറി നിന്ന് അവർ ആ സീമന്തപുത്രിയെ നോക്കി അവർ വല്ലാതെ ആഹ്ലാദിക്കും. ഇത് തന്നെയായിരുന്നു ആദികവിയുടെ തൂലികയിലൂടെ നമുക്ക് തുള്ളിക്കളിച്ച് തള്ളിപ്പരന്ന ആ രാമചരിത ഗംഗ ലോകത്തിൽ എല്ലാവരും ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു. തുഞ്ചനും തുളസിയും കാളിദാസനും തുടങ്ങി ലോകത്ത് ജീവിച്ചിരുന്ന വിഖ്യാതന്മാരായ സർവ കവികളുടെയും മനസ്സിൽ, അവരുടെ ഉള്ളിൽ നിന്ന് വീണ്ടും ആ രാമചരിതമായ ആ ഗംഗാപ്രവാഹം ഇട്ടതടവില്ലാതെ ഇന്നും നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ രാമചരിത വാഹിനി, വാൽമീകി മഹർഷിയുടെ ആ ആദർശ പുരുഷൻ, കുറെ വിശേഷണങ്ങളാണ് ആ ആദർശ പുരുഷന് രാമായണത്തിന് ലോകം നൽകിയത്. രാമായണം ഒരേ സമയം തന്നെ ഒരു ഭക്തിഗാഥയാണ്. ഭക്തി വേണ്ടവർക്ക് ആ നിലയിൽ രാമായണത്തെ ദർശിക്കാം. അതേസമയം അത് ഇതിഹാസവുമാണ്. പോരാ, അതൊരു ധർമ്മശാസ്ത്രമാണ്, അതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. കൗടുംബിക നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ എഴുതി വച്ചൊരു നിയമഗ്രന്ഥമാണ്. രാജ്യ രാഷ്ട്ര ഭരണ സംവിധാനത്തെ, രാജനൈതിക രംഗത്തെ പരിശോഭിക്കാൻ പറ്റിയ ഗ്രന്ഥമാണ്. ഇങ്ങനെ രാമായണത്തിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് സാമാന്യമൊക്കെ രാമായണത്തെ പരിചയപ്പെടുമ്പോൾ ഉള്ളിലേക്ക് ഓടി വരുന്ന ചിന്തകളാണ്. പോരാ, രാമായണം ആദികാവ്യമാണ്, സർവരസ സമ്പൂർണമായിട്ടുള്ള മഹാകാവ്യം. ഗാന്ധാര കാമ്പോജം പാടി പ്രചരിച്ച പാട്ടുകഥ, ഭാരതവർഷത്തിലെ ആദ്യത്തെ ദേശീയ ഗാനം, ആദികവിയുടെ ആദർശ പുരുഷന്റെ ജീവചരിത്രം, ആ നരശാർദൂലന്റെ ജീവിത കഥ. ഇങ്ങനെ നമ്മൾ രാമായണത്തെ ഒന്നുകൂടി അടുത്തു നിന്ന് നോക്കിയാൽ വിവിധ തരത്തിൽ രാമായണത്തെ നമുക്ക് സമീപിക്കാം, മനസ്സിലാക്കാം. ആ വേദതത്വം, വേദത്തിൻ്റെ സരണി, ഇതായിരുന്നു വാൽമീകി രാമായണം എന്ന ആദി കാവ്യം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതും. ആ വേദതത്വമാണ് രാമനിലൂടെ, രാമായണത്തിലൂടെ നമ്മൾ പഠിച്ചതും. എന്തായിരുന്നു അതിൽ നിന്ന് നാം അറിയേണ്ടത്? അതിന് വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം എല്ലാവരും സാമാന്യമൊക്കെ മനസ്സിലാക്കി വെക്കണം. ആരംഭം മനസ്സിലാക്കുക. ഭാരത ഋഷിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തിനാ ഭാരത ഋഷിമാർ തപം ചെയ്യുന്നേ? അവരുടെ സുഖത്തിന്, അവരുടെ മോക്ഷത്തിന് അല്ല. ലോകമംഗളമാണ് അവർ കാക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ സ്വസ്ഥതയാണ് അവരുടെ ആഗ്രഹം. ലോകത്തിൻ്റെ നന്മയാണ് അവരുടെ തപസ്സിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ ഗ്രാമവും പട്ടണവും ഒന്നും അവർ ഒഴിവാക്കില്ല. കേവലം അവർ ജീവിക്കുന്ന ഒരു പ്രത്യേക അരണ്യമോ ഗ്രാമമോ അല്ല. ഈ വിശ്വത്തിന് മുഴുവൻ ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ, നന്മ വരുവാൻ ആ പ്രാർത്ഥനയോടെ തപം ചെയ്ത ഋഷിയുടെ മനസ്സിൽ താൻ ജീവിക്കുന്ന ഒരു സാഹചര്യം, ആ ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടിന് എന്താണോ സഹായം ഞാൻ നൽകേണ്ടത്, ആ സഹായത്തെക്കുറിച്ചൊരു ചിന്ത വരും. പോരാ, സമൂഹത്തിൽ അക്കാലത്ത് നിലനിൽക്കുന്ന പുഴുക്കുത്തുകളും അവരുടെ മനസ്സിൽ വരും. സമൂഹ മനസ്സിനെ ജീർണിപ്പിക്കുന്ന തെറ്റായ ജീവിത ശൈലി കാണുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മാറ്റിയെടുക്കണം എന്ന് ഈ ഋഷിമാർ തീരുമാനിക്കും.
ചുറ്റുപാടുമുള്ള പരിതസ്ഥിതികൾ അവരെ വിഷമിപ്പിക്കും. ആ വിഷമത്തിൽ നിന്ന് അവർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ട ഒരു ആലോചന, ഒരു സ്ട്രാറ്റജി, യുദ്ധതന്ത്രം ഉണ്ടാക്കും. ഇങ്ങനെയാണ് വാൽമീകി മാമുനിയുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത. ആ ചിന്ത വരാനുള്ള അന്നത്തെ സാഹചര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. മനുഷ്യന് സ്വജീവിതത്തിൽ നേടിയെടുക്കാൻ പരമമായ ചില ജീവിതാദർശങ്ങളുണ്ട്, ചവിട്ടുപടികളുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ ഓരോ പടിയും ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഉണ്ടാകേണ്ട ചവിട്ടുപടിയിൽ ധർമ്മമാണ് അടിസ്ഥാനം. ധർമ്മമാണ് നമ്മുടെ സർവ്വതിൻ്റെയും നിലനിൽപ്പിനാധാരം. ആ ധർമ്മത്തിൽ ചവിട്ടി നിന്ന് അർത്ഥവും കാമവും നല്ല പോലെ ഭുജിക്കണം. ഒന്നിലും കുറവ് വരുത്തരുത് എന്നതാണ് ഋഷിവാക്യം, എന്നതാണ് വേദവാക്യം. എന്നുള്ളത് കൊണ്ട് അർത്ഥം നല്ലപോലെ ഉണ്ടാക്കുക. പണം, കോടി കോടി പണത്തിൻ്റെ ആളുകളായിരിക്കണം നമ്മൾ. പോരാ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ധാർമ്മികമായി അതിനെല്ലാം ഭുജിക്കണം. ഒന്നും ഒഴിവാക്കി വിടരുത്. ഈ ശരീരം സ്വീകരിച്ച ആ കാലത്ത് തന്നെ ശരീരം വർജിക്കുന്നതിന് മുൻപ്, ത്യജിക്കുന്നതിന് മുൻപ്, ഇല്ലാതാകുന്നതിന് മുൻപ് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് ധാർമ്മികമായി അതിനെയെല്ലാം ഭുജിക്കണം. എന്നിട്ട് പരമമായ ജീവിതത്തിൻ്റെ ആ തത്വസാക്ഷാത്കാരത്തിലേക്ക്, പരമപദത്തിലേക്ക്, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരണം. ഇതൊരു ജീവിത ലക്ഷ്യമാണ്, ഇതൊരു ജീവിത വീക്ഷണമാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആവശ്യമുള്ളത് എന്നാണ്. അപ്പോൾ സ്ത്രീക്കോ ഇവിടെ പുരുഷ ശബ്ദം മനുഷ്യവംശത്തിന് വേണ്ടി മാത്രമാണ്. ഇത് മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് ധർമ്മം എന്ന ചവിട്ടുപടിയൊന്നും വേണ്ട. പക്ഷെ മനുഷ്യനതല്ല, മനുഷ്യനത് ആവശ്യമുണ്ട്. ഇത് ആവശ്യമുള്ളത് കൊണ്ട് മനുഷ്യൻ ഓരോ തലത്തിലും ഭംഗിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരി വഴിതെറ്റിയാൽ സർവ്വതും വഴിതെറ്റും. ഭരണാധികാരിയുടെ ജീവിതത്തിന്റെ ശുദ്ധതയാണ്, തപസ്സാണ് സമൂഹത്തെ സ്വാധീനിക്കുക. ഭരണവർഗത്തിന് ഇങ്ങനെ ആകാമെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെ ആയിക്കൂടെ എന്ന് സാമാന്യ പൊതുസമൂഹം ചിന്തിക്കും. വാൽമീകി ജീവിച്ച ആ കാലഘട്ടത്തിൽ ഭരണ നേതൃത്വത്തിന്റെ ഉള്ളിൽ ധർമ്മത്തെ മറന്ന അർത്ഥവും കാമവും, പ്രത്യേകിച്ചും കാമം, ഭോഗം കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. ആ വർദ്ധിക്കുന്ന സമൂഹത്തിനെ കണ്ടപ്പോഴാണ് ഋഷിയുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരുന്നത്. എങ്ങനെ ഇതിനെ ശമിപ്പിക്കണം, എങ്ങനെ ശരിയായ വഴിയെ തുറന്നു കാണിക്കണം. ഇതായിരുന്നു വാൽമീകി രാമായണത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ചോദ്യം. പെട്ടെന്ന് വന്നു ചേർന്ന ചോദ്യമല്ല. അന്നത്തെ പശ്ചാത്തലത്തെ, സാമൂഹ്യ അന്തരീക്ഷത്തെ, ഭരണാധികാരത്തിന്റെ മനസ്സിൽ വന്ന, പ്രവൃത്തിയിൽ വന്ന മാറ്റത്തെ ഒക്കെ കണ്ട ദീർഘകാലത്തെ ചിന്തയിൽ നിന്നുണ്ടായതാണ് ചോദ്യം. പ്രത്യേകിച്ച് അന്നത്തെ രാജാക്കന്മാരെ നമുക്ക് 3 രാജ്യങ്ങളിലൂടെ പരിചയപ്പെട്ടാൽ, ലങ്കയിലെ രാജാവ് ഭോഗതൽപരനാണ്. അദ്ദേഹത്തിന് ധർമ്മം തൊട്ടുതീണ്ടിയിട്ടില്ല. കിഷ്കിന്ധയിലെ രാജാവായ ബാലിയും ധർമ്മം തൊട്ടുതീണ്ടിയിട്ടില്ല, ഭോഗതൽപരനാണ്. പിന്നെയുള്ളത് അയോധ്യയിലെ രാജാവായ ദശരഥനാണ്. ദശരഥൻ ധർമ്മത്തെ ഇടയ്ക്കൊക്കെ മറന്ന് ഭോഗതൽപരനായി മാറിയിരുന്നു. ഈ ഭോഗതൽപരത മനസ്സിലാക്കണമെങ്കിൽ ദശരഥന്റെ ജീവിതത്തിലെ ചില സന്ദർഭം മനസ്സിലാക്കണം. 85 വയസ്സ് ദശരഥൻ. 85 ഇന്ന് കേട്ടാൽ ഇന്ന് നമുക്ക് വലിയ പ്രായം എന്നൊക്കെ തോന്നാം. ആ വൃദ്ധ കാമുകൻ എന്നാണ് വാൽമീകി ദശരഥനെ ആ സന്ദർഭത്തിൽ വിളിച്ചത്. ആ സന്ദർഭത്തിലാണ്, ചില പ്രത്യേക സന്ദർഭത്തിൽ ഒരു വാക്ക് വിളിച്ചാൽ അത് പൊതുജീവിതത്തിൽ എന്നും ഉപയോഗിക്കാനുള്ളതല്ല. അദ്ദേഹം ഒരു വൃദ്ധ കാമുകനാണ്. 85 വയസ്സ്. മകനായ രാമൻ രാജ്യഭരണത്തിന് യുവരാജാവാകുന്നു എന്ന കാര്യം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയതമയായ ആ മോഹനാംഗിയുടെ സമീപത്ത് ചെന്ന് പറയുവാൻ വേണ്ടി കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടിച്ചെല്ല. കൗസല്യയോടല്ല പറയാൻ പോകുന്നത്, കൈകേയിയോടാണ്. കൈകേയിയുടെ അന്തഃപുരത്തിൽ ചെന്നപ്പോൾ ദേവിയെ കണ്ടില്ല. ഇത്രകാലം അദ്ദേഹത്തിന്റെ വരവും കാത്തിരുന്ന കൈകേയിയെ ആദ്യമായി അന്തഃപുരത്തിൽ കണ്ടില്ല. ഉടനെ തോഴി പറഞ്ഞു,
ദേവി ക്രോധാലയത്തിലാണ്. വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ്. ദേഷ്യം വന്നാൽ ഗൃഹസ്ഥന് പ്രത്യേകമായി ഇരിക്കാൻ അന്നത്തെ കാലത്ത് വാൽമീകി രാമായണത്തിൽ ഒരു മുറിയുണ്ട്. ഇന്ന് നമുക്ക് പ്രെയർ റൂമൊക്കെ ഉണ്ടല്ലോ, സ്റ്റഡി റൂം ഉണ്ടല്ലോ, അതേപോലെ എല്ലാ വീട്ടിലും ആവശ്യമുണ്ട് ഒരു ക്രോധാലയം. ആവശ്യമുണ്ട്. ദേഷ്യം വന്നാൽ അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുക. ശബ്ദമൊന്നും പുറത്തു വരാത്ത ഒരു നല്ല മുറിയാണെങ്കിൽ നല്ലതാ. കുഞ്ഞുങ്ങൾ കാണില്ലല്ലോ നമ്മുടെ വഴക്ക്, നമ്മുടെ വാക്ഷരങ്ങൾ. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇനി നിർബന്ധമായി ഒരു ക്രോധാലയം വേണമെന്നുള്ള പക്ഷക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നതിൽ ഗൃഹസ്ഥന്മാര് എന്ന് സാമാന്യമൊക്കെ മുഖം കാണുമ്പോൾ എനിക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ക്രോധാലയത്തിലാണ്. ക്രോധാലയത്തിൽ എന്ന് കേട്ടാൽ ഉറപ്പ് ദേഷ്യം വന്നിരിക്കുകയാണ്. വൃദ്ധകാമുകന്റെ ഹൃദയമിടിപ്പ് കൂടി. ഓടിച്ചെന്നപ്പോൾ താഴെ വീണ ഒരു ചെറിയ ഒരു ഇല പോലെ, ഒരു മുല്ലവള്ളി താഴേക്ക് വീണാൽ എങ്ങനെയാണോ താഴേക്ക് കിടക്കുന്നത്, ഒരു മരക്കൊമ്പ് വെട്ടിയിട്ടാൽ താഴെ പതിച്ചതുപോലെ, ദേവലോകത്ത് നിന്ന് താഴെ വീണ ഒരു അപ്സരസിനെ പോലെ അങ്ങനെ താഴെ കിടക്കുന്ന മുടിയൊക്കെ വിടർത്തി ഉലർത്തിയിട്ട് തൻ്റെ ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വെറും നിലത്ത് കിടക്കുന്ന തൻ്റെ പ്രിയതമയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ രോഗം, എന്താ അസുഖമുണ്ടോ? കൊട്ടാരം വൈദ്യനെ വരുത്തട്ടെ. ഒന്നും ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് 100 കാര്യങ്ങൾ ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഇതൊരടവാണ്. ആവശ്യമുള്ളത് വന്നാൽ മാത്രമേ മിണ്ടൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഉടനെ ചോദിച്ച 4 കാര്യങ്ങളുണ്ട്. ആരാണ് ദേവിയെ വഴക്കു പറഞ്ഞു? ആരെങ്കിലും? പ്രായം മറക്കരുത്, പ്രായം ഒട്ടും മറക്കരുത്. ആരെങ്കിലും വഴക്കു പറഞ്ഞോ? ഞാൻ വധാർഹരെ ആരെയെങ്കിലും വെറുതെ വിടണോ നമ്മുടെ കാരാഗൃഹത്തിൽ നിന്ന്? മനസ്സിലാക്കണം, ഒരു വൃദ്ധകാമുകൻ ധർമ്മം തെറ്റി ഭോഗതൽപരനാകുമ്പോൾ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ജയിലിലിട്ട് ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ട് തലമുടിനാഴിഴക്കി കീറി വിശകലനം ചെയ്ത് കുറ്റവാളിയാണെന്ന് ഉറപ്പുവരുത്തി ജയിലിലിട്ട ഒരാളെ ഞാൻ വെറുതെ വിടണോ? പോരാ, വധ്യനല്ലാത്ത ഒരുവനെ വധിക്കാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കണോ? നോക്കണേ, ഒരു രാജാവാണ്, ധർമ്മത്തെ മുൻനിർത്തി രാജ്യം ഭരിക്കേണ്ട രാജാവ് ഉടനെ ചോദിച്ചു, ഏതെങ്കിലും ഒരു യാചകനെ ഞാൻ കുബേരനാക്കണോ? ഏതെങ്കിലും ഒരു കുബേരനെ ഞാൻ തെരുവദണ്ഡിയാക്കണോ? ഭവതി ഒന്ന് കൽപ്പിച്ചാൽ മതി, ഞാനത് ചെയ്യാം. ഇതായിരുന്നു രാമന്റെ അച്ഛനായ ദശരഥന്റെ ഒരു സ്വഭാവം. രാജാവ് ധർമ്മത്തിൽ നിലനിന്ന് അർത്ഥകാമങ്ങളെ ഭുജിക്കേണ്ടതിന് പകരം ചെയ്ത പ്രവൃത്തിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത് രാജാവ് അവിടെ നിൽക്കട്ടെ, അച്ഛൻ, ഒരു വീട്ടിലെ അച്ഛൻ ധർമ്മത്തെ മുൻനിർത്തി അർത്ഥകാമങ്ങളെ ഭുജിക്കാതെ ധർമ്മം മറന്ന് ഭോഗതൽപരനായാൽ അടുത്ത തലമുറയെ, സമൂഹത്തെ അത് ബാധിക്കും. ഇതൊരു രാജാവിനെ സംബന്ധിച്ചും ശരിയാണ്. ഇതെല്ലാം തപസ്സിൽ നിന്ന് മനസ്സിലാക്കിയ ഭാരത ഋഷിയാണ് വാൽമീകി. കേവലം വെറും തപം ചെയ്യുന്ന ഒരു സന്യാസിയായി മാത്രം കാണരുതേ. സമൂഹത്തിന് ഇന്ന് ആവശ്യമുണ്ട് ഈ ദോഷങ്ങളൊന്നുമില്ലാത്ത ജീവിക്കുന്ന ഒരു മഹത്തുവിനെ, ഒരു മര്യാദാ പുരുഷോത്തമനെ, സർവാവയവ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ, എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന സ്വീകാര്യനായൊരു വ്യക്തിയെ ഇന്നത്തെ ലോകത്തിന് ആവശ്യമുണ്ട്. ഇന്നത്തെ ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെല്ലാം വാൽമീകി തൻ്റെ തൂലികയെടുത്ത് എഴുതി. 15 ഗുണങ്ങൾ. അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല, വർത്തമാനകാലത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നാം കാണുന്ന അപജയങ്ങൾക്ക് എന്താ പരിഹാരം? ചില മൂല്യങ്ങൾ വർദ്ധിക്കണം. ഈ മൂല്യമാണ് വാൽമീകി എഴുതി വച്ച 15 ഗുണങ്ങൾ. ധർമ്മജ്ഞനും കൃതജ്ഞനും വിദ്വാനും സമർത്ഥനും പ്രിയദർശനനും അങ്ങനെ തുടങ്ങിയിട്ട് 15 ഗുണങ്ങൾ എഴുതി ഒരു പട്ടിക എഴുതി നോക്കിയിരിക്കുകയാണ് ഇതിനു പറ്റിയ ഒരു വ്യക്തിയുണ്ടോ എന്ന് അന്വേഷിച്ച്. ദീർഘകാലമായി. ആ ദീർഘകാലം കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ധാരാളം പേർ കടന്നുപോയിട്ടുണ്ട്. ആരോടും ചോദ്യം ചോദിച്ചില്ല അദ്ദേഹം. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇതിനുത്തരം വ്യക്തമായി തരാൻ പറ്റുന്ന ഒരു ഗുരുവിനെ നോക്കിയിരുന്നു. ആ ഗുരുവാണ്
സാക്ഷാൽ നാരദ മാമുനി വന്നു ചേരുന്നു. മാമുനിയെ കണ്ട വഴിക്ക് തന്റെ ചോദ്യം ഉന്നയിച്ചു. സാമാന്യമുള്ള ആതിഥ്യമൊക്കെ കൊടുക്കുന്നതിന് മുൻപേ ആ ജിജ്ഞാസുവിന്റെ മനസ്സിൽ നിന്ന് ചോദ്യശരം നാരദ മാമുനിയുടെ ഹൃദയത്തിൽ വന്ന് തറച്ചു. ഇങ്ങനെ ഈ 15 ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു മഹത്വ, ഒരു മര്യാദാ പുരുഷോത്തമൻ, സർവാവയവ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിത്വം, സർവർക്കും പ്രിയങ്കരനായ ഒരു ആദർശമൂർത്തി, ഏതൊരു വ്യക്തിത്വത്തെ പിൻപറ്റിപ്പോയാലാണോ സമൂഹത്തിന്റെ മൂല്യങ്ങൾ നിലനിൽക്കുക, ആ മൂല്യങ്ങളുടെ ഒരു രൂപമുണ്ടോ? ചോദ്യം വ്യക്തമാണ്. സ്വാഭാവികമായി ഉത്തരം വ്യക്തമാകണമല്ലോ. ചോദ്യം ചോദിച്ച വാൽമീകി തപസ്വിയാണ്. അപ്പോൾ മറുഭാഗത്തുള്ളവൻ അതിലും കേമനായിരിക്കണ്ടേ? ആ കേമനെ വാൽമീകി രാമായണം മാത്രം നോക്കിയാൽ തപസ്വാധ്യായ നിരതൻ എന്നാണ് നാരദന് കൊടുത്തിട്ടുള്ള വാക്ക്. നമ്മുടെയൊക്കെ മനസ്സിൽ നാരദൻ ഇപ്പോഴും ഏഷണിക്കാരനും പരദൂഷണക്കാരനും ഒക്കെയാണ്. അമ്മ കുഞ്ഞുങ്ങളെ മടിയിൽ പിടിച്ചിരുത്തി നാരദനെ പഠിപ്പിച്ച് നമ്മൾ നാരദനെ ഒരു നിലയ്ക്കാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു ചേർന്നു? നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നത് 3-4 പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ്. 1 ബാലരമ, 2 ബാലമംഗളം, പൂമ്പാറ്റ, അമർചിത്രകഥ, ഇതൊക്കെ വായിച്ച് നമ്മൾ രാമായണം പഠിച്ചു. ഇങ്ങനെ രാമായണം പഠിച്ചേ. അതുകൊണ്ട് തന്നെ നാരദൻ മൊത്തത്തിൽ കുഴപ്പക്കാരനാണ്. നാരദന്റെ പണി എടുക്കല്ലേ മക്കളെ എന്നും പറയും. നീ എന്തിനാ ഈ നാരദന്റെ പണി എടുക്കുന്നേ എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കും. പക്ഷേ സത്യത്തിൽ നാരദൻ ആരാ? വാൽമീകി രാമായണത്തിൽ ആദ്യത്തെ ശ്ലോകം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നാരദനെ മനസ്സിലാകും. തപസ്വാധ്യായ നിരതനാണ് നാരദൻ. തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയവനാണ് നാരദൻ. വാഗ്വിതാമരനാണ് നാരദൻ. വാഗ്മിയാണ് നാരദൻ. പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പഠിപ്പിക്കാനും അറിയുന്നവനാണ് നാരദൻ. സനത്കുമാര ശിഷ്യനാണ് നാരദൻ. സംഗീതകല അഭ്യസിച്ചവനാണ് നാരദൻ. പരമമായ തത്വത്തെ സ്വയം പഠിച്ച് ഒരു നരനെ നാരായണനാക്കി മാറ്റാൻ കഴിവുള്ളവനാ നാരദൻ. വാഗ്വിതാംബരൻ മാത്രമല്ല, വാക്യവിശാരദനാണ്, വാക്യകോവിദനാണ്, വാക്യജ്ഞനാണ് നാരദൻ. എന്തൊക്കെ അറിവുകൾ അന്ന് ലോകത്തുണ്ടോ അതെല്ലാം പഠിച്ച അറിവിന്റെ ഉന്നത ശിഖരം കീഴടക്കിയ വ്യക്തിത്വമാണ് നാരദൻ. ഈ ബഹുമാന്യ വ്യക്തിത്വത്തെയാണ് നമ്മൾ നിസാരമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. എന്തൊരു അപരാധമാണെന്ന് നോക്കൂ. തിരുത്തണ്ടേ നമുക്ക്? നമ്മുടെ ഉള്ളിൽ വന്നു ചേർന്ന ചില കഥകളെ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകണ്ടേ? തിരുത്തേണ്ട കാലമായി ഇന്ന്. എന്തൊക്കെയാണോ നമുക്ക് സംഭവിച്ചു പോയത് അതിനെ മനസ്സിലാക്കി നമ്മൾ തിരുത്തേണ്ടതിനെ തിരുത്തണം. അങ്ങനെ തിരുത്തുകയാണെങ്കിൽ ആദ്യം തിരുത്തേണ്ട ആള് നാരദനാണ്. നാരദനോടാണ് ചോദ്യം. ഇങ്ങനെ ഒരാളുണ്ടോ? നാരദൻ ചിരിച്ചിട്ട് പറയുന്ന ഒരു ഉത്തരവുണ്ട്. നിന്റെ ചോദ്യം വളരെ വലുതാണ്. ഇത്തരം ഒരാളോ 15 സദ്ഗുണങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു വ്യക്തിത്വമാണോ ചോദിക്കുന്നത്? ചോദ്യം വളരെ കഷ്ടം. പക്ഷേ അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ നീ പറഞ്ഞ 15 അല്ല കേട്ടോ, അതിൻ്റെ 4 ഇരട്ടി ഗുണങ്ങളുള്ള 66 ഗുണങ്ങളുള്ള ഒരു മര്യാദാ പുരുഷോത്തമന്റെ ജീവചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ നാരദൻ രാമകഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച് ദശരഥപുത്രനായ ദാശരഥി രാമൻ, അദ്ദേഹമാണ് 66 സദ്ഗുണങ്ങളുടെ മൂർത്തിയാണ് അദ്ദേഹം. എത്രയാ രാമന്റെ ഗുണം? 66. ഒരു പുസ്തകവും പേനയെടുത്ത് സാധിക്കുമെങ്കിൽ നമ്മൾ സ്വയം നമ്മളുടെ ചില ഗുണങ്ങളെ ഒന്ന് എഴുതണം. എത്ര ഗുണങ്ങളെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും? എന്നിട്ടും രാമൻ കുഴപ്പക്കാരനത്ര. ഇത്രയേറെ സദ്ഗുണങ്ങളുള്ള രാമൻ എന്ന ആദർശമൂർത്തിയുണ്ട്. ആ സദ്ഗുണങ്ങളുള്ള നരൻ നാരായണൻ അല്ലെങ്കിൽ പിന്നെ ആരാ? ഏതായാലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയാൽ ജിജ്ഞാസ ശമിച്ചു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വാൽമീകി രാമായണം എന്നല്ല, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പഠന രീതിയുണ്ട്. ആ രീതി നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചോ? ഇവിടെ സത്യത്തിൽ ഭാരതത്തിന്റെ തനതായ വിദ്യാഭ്യാസത്തിൽ ചോദ്യം ചോദിക്കുന്നത് ആരാ ശരിക്കും? അധ്യാപകന് അല്ല, ഗുരുവാ അല്ല, ശിഷ്യന്മാർ ചോദ്യം ചോദിക്കും. ആരോടാ ചോദ്യം? ഗുരുവിനോടാ ചോദ്യം. ഇന്ന് കുട്ടികൾ ക്ലാസ് മുറിയിലിരുന്ന് അധ്യാപികയോട് ചോദ്യം ചോദിക്കുമോ?
നമ്മുടെ ഉപനിഷത്തുക്കൾ ഏതും എടുത്തു നോക്കൂ, എല്ലാ ഉപനിഷത്തുക്കളും ചോദ്യം ചോദിക്കുന്നതാരാ? വിപ്പലാദ മുനിയുടെ മുന്നിൽ പ്രശ്നോപനിഷത്ത് എന്നൊരൊറ്റ ഉപനിഷത്ത് പേര് പോലെ തന്നെ പ്രശ്നം ഉന്നയിക്കുന്ന ഉപനിഷത്താണ്. 6 പേർ ചുറ്റും നിന്ന വിപ്പലാദ മുനിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഗുരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് തീർന്നു. കേനോപനിഷത്തിന്റെ കേന, എന്തുകൊണ്ട്, ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടായി, എന്തിൽ നിലനിൽക്കുന്നു? കേന ശബ്ദം തന്നെ ചോദ്യമാണ്. ആ ഉപനിഷത്തും ചോദ്യങ്ങളാണ്. ഉത്തരം പറയുന്നതാരാ? ഗുരുവാണ്. കഠോപനിഷത്ത് എന്താ അതിന്റെ ഇതിവൃത്തം? നചികേതസ് എന്ന് പറയുന്ന 8 വയസ്സുള്ള കുഞ്ഞ് യമധർമ്മന്റെ ആലയത്തിൽ പോയി യമധർമ്മനോട് വാദപ്രതിവാദം നടത്തുകയാണ്. ചോദ്യം ചോദിക്കുന്നതാരാ? ശിഷ്യനാണ്. ഉത്തരം പറയുന്നതാരാ? ഗുരുവാണ്. സർവവേദാർത്ഥ സംഗ്രഹം, സർവവേദത്തിന്റെയും സംഗ്രഹം, സർവ ഉപനിഷത്ത് സാര സർവസ്വം എന്ന് വിളിക്കുന്ന ഭഗവത്ഗീതയിൽ ചോദ്യം ചോദിക്കുന്നതാരാ? ശിഷ്യനായിട്ടുള്ള അർജുനനാണ്. ഉത്തരം പറയുന്നതാരാ? കൃഷ്ണനാ. ഭാരതീയ വിദ്യാഭ്യാസം ചോദ്യങ്ങൾ ചോദിച്ച് ഗുരുക്കന്മാരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നതായിരുന്നു. ഇന്നോ ആധുനിക വിദ്യാഭ്യാസത്തിൽ ചോദ്യം ആര് ചോദിക്കും? ഉത്തരം ആര് പറയണം? ചോദ്യം ഒരാൾ ഉന്നയിക്കുന്നുവെങ്കിൽ അവനെ സർവവിധത്തിലുമുള്ള ജിജ്ഞാസ പിടികൂടിയിട്ടുണ്ട്. ഈ ജിജ്ഞാസയാണ് സത്യത്തിൽ ഈ ശിഷ്യന്മാരെ ലോകം ആരാധിക്കുന്ന തരത്തിലുള്ള ഗുരുക്കന്മാരാക്കി തീർത്തത്. അതാണ് വിവേകാനന്ദനായത് ചോദ്യം ഉന്നയിച്ച. ഈ ചോദ്യം ഉന്നയിക്കാൻ എൻ്റെ മുന്നിൽ ഒരു ഗുരുവിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിവേകാനന്ദനേക്കാളും മിടുക്കനാകുമായിരുന്നു എന്ന് പറഞ്ഞത് ഭാരതാംബയുടെ പ്രിയപുത്രൻ നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. തൻ്റെ ബിരുദം കഴിഞ്ഞ് ലോകസഞ്ചാരത്തിന് സന്യാസത്തിന്റെ ആധ്യാത്മികതയുടെ ആ ഉണർവോടുകൂടി യാത്ര ചെയ്തതാണ് സുഭാഷ് ചന്ദ്രബോസ്. പക്ഷെ നല്ലൊരു ഗുരുവിനെ കിട്ടിയില്ല. ഇവിടെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസമാണ് വാൽമീകി രാമായണത്തിന്റെ ആരംഭം. ചോദ്യം ചോദിക്കുന്ന ശിഷ്യൻ, ഉത്തരം പറയുന്ന ഗുരു. ഗുരു പറഞ്ഞ ഉത്തരത്തെ നാം പിന്നീട് വന്ന നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളും എടുത്തു നോക്കുക. രാമന് ചാർത്തിക്കൊടുത്ത 66 സദ്ഗുണങ്ങൾ പിന്നീട് വന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഗുണങ്ങൾ തന്നെയുള്ളൂ. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം ചോദിക്കുന്നുണ്ട്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താ ഭഗവാനെ എന്ന് അർജുനൻ. ഈ സ്ഥിതപ്രജ്ഞന്റെ ഗുണങ്ങളെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ ഗുണങ്ങളെ ഒരു പേനയെടുത്തൊരു പേപ്പറിൽ ഒന്ന് എഴുതൂ, എന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ 66 ഗുണങ്ങളെ നാരദൻ പറഞ്ഞതും ഒരു വശത്തെഴുതൂ. 12-ാം അധ്യായമായ ഭക്തിയോഗത്തിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ. ആ ഭക്തലക്ഷണത്തിൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഒന്ന് എഴുതൂ. എന്നിട്ട് നാരദമാമുനി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ചാർത്തിക്കൊടുത്ത 66 സദ്ഗുണങ്ങളെ ഒന്ന് എഴുതൂ. എന്നിട്ടൊന്ന് താരതമ്യം ചെയ്യൂ. 16-ാം അധ്യായമായിട്ടുള്ള ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ദൈവിക ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭഗവാൻ. ആ ഗുണങ്ങളെ മുഴുവൻ ഒന്ന് എഴുതിയിട്ട് വാൽമീകി മഹർഷി തൻ്റെ ആദർശ പുരുഷനെ കാണിച്ചു തന്ന 66 സദ്ഗുണങ്ങളെ ഒന്ന് എഴുതൂ. ലോകത്ത് നിലനിന്നിരുന്ന സർവ മൂല്യങ്ങളുടെയും വിളനിലമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു. ആ പ്രഭുവിനെയാണ് വാൽമീകി ആദ്യത്തെ ഒരു അധ്യായത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. സർവഗുണങ്ങളുടെയും വിളനിലമായ സർവ പുരുഷോത്തമനായ ആദർശമൂർത്തിയാണ് ശ്രീരാമൻ. അതുകൊണ്ട് രാമൻ എന്താണോ അന്നത്തെ കാലത്ത് നിലനിൽക്കേണ്ട മൂല്യം, അത് ധർമ്മമാണ്. രാജാധികാരത്തിന്റെ ഭോഗം കൊണ്ട് ധർമ്മത്തെ മറന്നുപോയ ആ കാലഘട്ടത്തിൽ ധർമ്മമൂർത്തിയെയാണ് ആവശ്യം. അതുകൊണ്ട് ആ ധർമ്മമൂർത്തിയെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ധർമ്മം ഒരു മനുഷ്യരൂപം പൂണ്ടാൽ എങ്ങനെയിരിക്കും? അത് രാമനായിരിക്കും. അത് എന്താണോ ധർമ്മം അത് രാമനാ. നിങ്ങൾക്ക് ധർമ്മത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം വന്നാൽ ഉടനെ തന്നെ രാമൻ എന്ത് ചെയ്തു എന്ന് നോക്കുക. എന്നിട്ട് വർത്തമാനകാലത്തിനനുസരിച്ച് അത് ചെയ്യുക. അന്നത്തെ നിയമം ഇന്ന് മുഴുവൻ സ്വീകാര്യമല്ല. ഇത്തരം സ്മൃതി ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ നിയമം കേട്ട് ഇന്നെല്ലാം സാധ്യമല്ല. പക്ഷേ ശാശ്വത നിയമങ്ങളുണ്ട്. അന്നത്തെ കാലം മാറിയാലും മാറാത്ത ചില മൂല്യങ്ങളുണ്ട്.
ആ കാലത്തെ ചില യുഗധർമ്മങ്ങളുണ്ട്, അത് ആ യുഗത്തിൻ്റെതാണ്, അത് ഈ യുഗത്തിൽ അപ്ലിക്കബിൾ അല്ല, സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഈ വകതിരിവോടുകൂടി വേണം രാമായണത്തിലെ മൂല്യങ്ങളെ പഠിക്കാൻ. അല്ലാതെ അന്നത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക കഥാസന്ദർഭത്തെ എടുത്ത് അത് ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ല. കാരണം അത് യുഗധർമ്മമാണ്, ശാശ്വത മൂല്യമല്ല. ശാശ്വത മൂല്യങ്ങൾ ഇന്നും എന്നും പ്രസക്തമാണ്. അതുകൊണ്ട് രാമായണം കാലാനുവർത്തിയാണ്, കാലാതിവർത്തിയാണ്, ത്രികാലങ്ങളിലും അതിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് രാമനെ നാം മനസ്സിലാക്കണം. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മവിരുദ്ധമായി അർത്ഥം വന്നാൽ രാമൻ അതിനെ ത്യജിക്കും. നോക്കൂ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നാളെ രാവിലെ നീ വലിയ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. രാമൻ അന്ന് രാത്രി കിടന്നുറങ്ങുന്നു. സുഖം മുഴുവൻ നാളെ മുതൽ ഒരു രാജ്യത്തിൻ്റെ അധിപനാകുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പറയുന്നു, രാജ്യത്തിൻ്റെ അധിപനെന്നല്ല, 14 വർഷക്കാലം നീ ഇനി കാട്ടിൽ പോണം. രാമനെ മാറ്റിവെക്കൂ. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നലെ വരെ അമ്മ പറഞ്ഞു, ഈ കാണുന്ന പറമ്പൊക്കെ നിനക്ക മോളെ എന്ന്. രാവിലെ വന്നപ്പോൾ അമ്മ പറയുക, അല്ലാട്ടോ അത് മുഴുവൻ ചേട്ടന് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി മാത്രം ആലോചിക്കും. രാമനെ മാറ്റിവെക്കൂ. നമ്മുടെ സ്ഥിതി എന്താ? സമ്മതിക്കുമോ നമ്മൾ? മിക്കവാറും അപ്പ വീഴും നമ്മൾ താഴെ. ഏതെങ്കിലും ഒരു മുന്തിയ ഹോസ്പിറ്റലിൽ വന്നാലേ പിന്നെ നമുക്ക് ബോധം വീഴൂ. കാരണം നാം സ്വപ്നം കണ്ട് ആ കിട്ടാവുന്ന പറുദീസകളെ മുഴുവൻ ആഗ്രഹിച്ച് കിടന്നുറങ്ങിയ ആ രാമൻ സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായി അർത്ഥം, രാജ്യത്തിന്റെ സുഖം, സുഖലോലുപത വന്നാൽ രാമൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് ത്യജിക്കാൻ. രാമൻ ചിരിച്ചുകൊണ്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ചു. 14 കൊല്ലം 25ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നു. ഇനി വരുന്നത് 39ാമത്തെ വയസ്സിൽ. ഒരമ്മ ഒന്ന് ആലോചിക്കൂ, തൻ്റെ മകൻ 25ാമത്തെ വയസ്സിൽ ലോകസഞ്ചാരത്തിന് പോകുന്നു. വരുന്നത് എപ്പോഴാ? യൗവനമൊക്കെ പോയി 39ാമത്തെ വയസ്സിൽ. 18 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു രാജ്യത്തിൻ്റെ സുഖവും കാക്ഷിക്കാതെ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന പത്നീധർമ്മത്തെ പുലർത്തുവാൻ വേണ്ടി ആ പെൺകുട്ടി 32 വയസ്സ് വരെ കൊടുങ്കാട്ടിൽ ജീവിക്കുന്നു. നമ്മളെ ഒന്ന് ചേർത്ത് വച്ച് ചിന്തിക്കണേ. നമ്മളെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചാലേ നമുക്ക് അവരുടെ വിശാലമായ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രാമന് അർത്ഥം, സുഖം, ഭോഗം ഇതൊന്നും സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായാൽ രാമൻ അതിനെ പരിത്യജിക്കും. പോരാ, ധർമ്മത്തിനും സത്യത്തിനും എതിരായി വിരുദ്ധമായി കാമം വന്നാൽ, ഭോഗം വന്നാൽ രാമൻ അതിനെ പരിത്യജിക്കും. രാമന് ധർമ്മമാണ് മുഖ്യം. അതുകൊണ്ട് സീതയെ പരിത്യജിക്കാൻ രാമന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഏത് സീതയെ? ആലോചിക്കണേ, 12 വർഷം വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ ജീവിച്ചു. 14 വർഷത്തിൽ 1 വർഷം രാവണന്റെ ഉദ്യാനത്തിലായിരുന്നെങ്കിൽ 13 വർഷം വാനപ്രസ്ഥ ധർമ്മമായി കൂടെ ജീവിച്ചു. 25 വർഷം ഈ തുടുത്ത യൗവനത്തിൽ രാമനും സീതയും ഒരുമിച്ച് ജീവിച്ചു. പക്ഷെ രാമൻ പ്രജാതന്തുക്കളെ നിലനിർത്താൻ വേണ്ടി മാത്രമേ തൻ്റെ ഗൃഹസ്ഥാചരണം ചെയ്തിരുന്നുള്ളൂ. വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ വാനപ്രസ്ഥമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഗൃഹസ്ഥാശ്രമമല്ല എന്ന് ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഒരു 14 കൊല്ലം ഗൾഫിൽ പോയി എന്ന് വിചാരിക്കട്ടെ, അല്ല വേണ്ട കാട്ടിൽ പോയി എന്ന് വിചാരിക്കട്ടെ, തിരിച്ചു വരുമ്പോൾ 2 ഒക്കത്ത് എന്തായാലും ഉണ്ടാവില്ലേ? ഇല്ലേ? രാമന്റെ ഒക്കത്തൊരു 2 സീതയുടെ ഒക്കത്തൊരു 2 ഉണ്ടാകണമായിരുന്നില്ലേ? രാമൻ സത്യത്തിനും ധർമ്മത്തിനും എതിരായി ഭോഗം വന്നാലും കാമം വന്നാലും രാമന് പരിത്യജിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം രാമൻ ധർമ്മമൂർത്തിയാണ്. ധർമ്മത്തെയാണ് വാൽമീകി നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്, ധർമ്മത്തിന്റെ പ്രതിപുരുഷനെയാണ് കാണിച്ചതെന്നത്. അതുകൊണ്ട് രാമന് വാൽമീകി കൊടുക്കുന്ന വിവരണം നാം മറക്കരുത്. രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരാ പറയുന്നേ? വാൽമീകിയെ പറയുന്നേ. ആരെ കൊണ്ടാ പറയിപ്പിച്ചേ? മാരീചനെ കൊണ്ടാണ്. ഏത് മാരീചൻ? രാമന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടി, 2 പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ട് ഇനി ഈ സ്വഭാവവും കൊണ്ട് നടന്നാൽ ഞാൻ
ഒരിക്കലും ഇനി മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം പർണകുടീരം ആശ്രമം സ്ഥാപിച്ച് ആധ്യാത്മികമായി ജീവിക്കാൻ തയ്യാറെടുത്ത ആ മാരീചന്റെ സമീപത്തേക്കാണ് രാവണൻ വന്ന് പറയുന്നത്, അങ്ങ് ഗോദാവരി നദിയുടെ തീരത്ത് ഒരു സ്ത്രീരത്നം വന്നിരിപ്പുണ്ട്, രത്നം രാജാവിന് ചൂടാനുള്ളതാണ്, അതുകൊണ്ട് ആ സ്ത്രീരത്നത്തെ എനിക്ക് വേണം. എന്താ സ്ത്രീരത്നത്തിന്റെ പേര് എന്ന് ചോദിച്ചു മാരീചൻ. ഉടനെ പറഞ്ഞു സീത എന്നാണ് പേര്. അപ്പോഴേ ഉൾക്കിടിലമുണ്ടായി. ചോദിച്ചു അവർക്ക് ഭർത്താവില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, രാമൻ എന്നാണ് പേര്. രാമനോ? കുറച്ചു നേരത്തേക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി മാരീചൻ. എന്നിട്ട് മാരീചൻ തല ഉയർത്തി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിന്റെ സമാപനത്തിൽ മാരീചൻ പറയുന്ന ഉത്തരമാണ്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവ. എടോ രാവണ, വാസവൻ ദേവന്മാർക്ക് എങ്ങനെയാണോ, ദേവേന്ദ്രൻ ദേവന്മാർക്ക് എങ്ങനെയാണോ, ദേവലോകാധിപനായ സാക്ഷാൽ ശചീപതി ദേവേന്ദ്രനെ പോലെയാണ് രാമൻ ലോകത്തിന്റെ മുഴുവൻ നാഥന. സത്യപരാക്രമനാണ്. നീ ലങ്കാനഗരിയിലെ കുറച്ചുപേരെ പേടിപ്പിച്ച് രാജാവായതല്ലേ രാമൻ? അതല്ല. ലോകത്തിൽ രാമന്റെ വീര്യം ഒരാൾ മനസ്സിലാക്കുമെങ്കിൽ രാമൻ അത്രയും ലോകം മുഴുവൻ രാമന്റെ അധീനത്തിലാണ്. രാജാ സർവസ്യ ലോകസ്യ, ഈ സർവ്വലോകത്തിന്റെയും അധിപന രാമൻ. നീ ലങ്കയിലെ കുറച്ച് ആളുകളുടെ രാജാവല്ലടാ രാവണ. പക്ഷെ രാമനതല്ല. രാജാ സർവസ്യ ലോകസ്യ, സർവ്വലോകത്തിന്റെയും രാജാവാണ് ആ രാമൻ. ധർമ്മം ഉടൽ പൂണ്ട മനുഷ്യൻ, ആ രൂപമാണ് രാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ, അതാ രാമൻ. അതുകൊണ്ട് രാമന് ഇതൊന്നും, ഈ കാമവും അർത്ഥവും രാമനെ തൊട്ട് തീണ്ടില്ല. രാമന് അതൊരു ബുദ്ധിമുട്ടുമില്ല. ധർമ്മമൂർത്തിയെ മനസ്സിലാക്കാതെ നമ്മുടെ മനസ്സിലുള്ള അർത്ഥ ഭോഗ ചിന്ത കൊണ്ട് ആ കാലിൽ പിടിച്ച് കെട്ടരുത് രാമനെ. രാമൻ ധർമ്മമാണ് രാമൻ. ആ രാമൻ, രാമായണം നമ്മെ പഠിപ്പിക്കുന്ന നിരവധി മൂല്യങ്ങളിൽ സുന്ദരമായൊരു മൂല്യം രാമനോട് ജനകൻ പഠിപ്പിക്കുന്നുണ്ട്. ജനകൻ രാമന് കൊടുക്കുന്ന ഒരു വലിയ ധർമ്മോപദേശമുണ്ട്. ആ ധർമ്മോപദേശം വാൽമീകി രാമായണം തന്നെ നമ്മൾ എടുത്തു വായിക്കണം. സീതാദേവിയെ ആ വലിയ ആ ത്രയംബകം, ആ വില്ല് കാണാൻ, ശൈവജാപം കാണാൻ വിശ്വാമിത്രന്റെ ഒപ്പം ചെന്നു രാമൻ. 1000 മല്ലന്മാർ ഒരു പേടകത്തിൽ എടുത്തു വെച്ച മഹത്തായ ഭാരമുള്ള ആ വില്ലിന്റെ മുന്നിൽ വന്ന് നിന്ന് രാമൻ അതിനെ കൗതുകം കൊണ്ട് നോക്കുമ്പോൾ ജനകൻ അടുത്തു വന്ന് പറയുന്നുണ്ട്, രാമ, ഈ പള്ളിവില്ലിന്റെ കഥ ഞാനൊന്ന് പറയാം, എന്നിട്ട് വേണം എടുത്തുയർത്താൻ. രാമനോട് പറഞ്ഞു, രാമ, വളരെ കാലങ്ങൾക്ക് മുൻപ് ഞാനൊരു യജ്ഞം ചെയ്തിരുന്നു, യാഗം ചെയ്തിരുന്നു. ആ യാഗത്തിന്റെ പരിസമാപ്തിയിൽ ആ യാഗസ്ഥലം മുഴുവൻ ഞാൻ ഉഴുതുമറിച്ചപ്പോൾ ഈ കരി തട്ടി എനിക്ക് ആ മണ്ണിൽ നിന്ന്, ഉഴവചാലിൽ നിന്നൊരു പെൺപൈതലിന്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ നോക്കിയത്. അവിടെ വെച്ച് എനിക്കൊരു പെൺപൈതലിനെ കിട്ടി. ഉഴവചാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ ആ അർത്ഥം വരുന്ന പേരവൾക്കിട്ടു, സീത എന്ന് പേരിട്ടു. എൻ്റെ പൊന്നോമനയായി ഞാൻ അവളെ വളർത്തി. എൻ്റെ മകൾ വളർന്ന് കുമാരിയായി മാറി. എൻ്റെ മകൾ വളർന്ന കുമാരിയായി കൗമാരത്തിലേക്ക് അവൾ കാലെടുത്തു വെച്ചു. അവൾ മോഹനാംഗിയാണ്, സുകുമാരാംഗിയാണ്. അവളുടെ ശരീരം, അവളുടെ രൂപം എല്ലാം മനോഹര ഗാത്രത്തോടു കൂടിയവളാണ് അവൾ. എൻ്റെ മകളുടെ സൗന്ദര്യം ലോകത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. മോഹനാംഗിയാണ്, മോഹനങ്ങളായ അംഗങ്ങളോട് കൂടിയവളാണ് അവൾ. സുകുമാരാംഗിയാണ്, സുകുമാരമായ അംഗങ്ങളോട് കൂടിയവളാണ്. ഭുവനൈക സുന്ദരിയാണ് എൻ്റെ മകൾ. ഒരു പെൺകുഞ്ഞ് കൗമാരവും കഴിഞ്ഞ് അതും പിന്നിട്ട് മുന്നോട്ട് വളർന്നു പോകുമ്പോൾ, അവൾക്ക് സുന്ദരമായ ശരീരം വരുമ്പോൾ, ആ ശരീരം വരുമ്പോൾ, രാമ, എൻ്റെ മകൾ അങ്ങനെ വളർന്നുയർന്നു പോയപ്പോൾ എൻ്റെ മകളെ ചില കഴുകൻ കണ്ണുകൾ നോട്ടമിട്ടു. രാമ, വാൽമീകി രാമായണത്തിൽ വാൽമീകി മാമുനി പറയുന്ന കഥയാണ്. എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ അവളെ ചില കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. രാമ, ഞാൻ എൻ്റെ രാജ്യത്തും
അയൽ രാജ്യത്തുമുള്ള രാജാക്കന്മാർ എൻ്റെ മകളെ വിവാഹം ചെയ്ത് തരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തു വന്നു. ആ വന്നവരൊക്കെ അല്പന്മാരായിരുന്നു രാമ. എൻ്റെ മകൾ വീര്യശുൽക്കയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഒരു വീര്യം കാണിക്കുന്നവന് മാത്രമേ ഞാൻ എൻ്റെ മകളെ കൊടുക്കൂ. നിസാരക്കാരന് കൊടുക്കാനുള്ളതല്ല എൻ്റെ മകൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ പൂർവികന്മാരായി എനിക്ക് ലഭ്യമായ ആ ശൈവജാപം ത്രയംബകം എടുത്തു വെച്ച് അവരോട് എടുത്തുയർത്തി ഞാണേൽക്കാൻ പറഞ്ഞു രാമ. പക്ഷേ ആ വീരന്മാരായി വന്നവരെല്ലാം അല്പവീരന്മാരായി എല്ലാവരും പരിഹാസത്തോടുകൂടി തിരിച്ചുപോയി. ഇന്നും നമ്മുടെ നാട്ടിലുള്ള അസോസിയേഷൻ അന്നുമുണ്ട്. അതുകൊണ്ട് സീതയെ കിട്ടാതായതോടുകൂടി അവരെല്ലാം നിരാശ കാമുക അസോസിയേഷൻ അന്നുണ്ടായിരുന്നു. ഈ കിട്ടാത്തവരെല്ലാം ഒരുമിച്ച് ചേർന്നു അയോധ്യയുടെ അതിർത്തിയിൽ വെച്ചു. സീതയെ തങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് അയോധ്യയെ ആക്രമിച്ചു രാമ. നോക്കണേ, ഒരു പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ അവളെ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാതെ ഒരച്ഛൻ ജനകൻ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യുദ്ധം ചെയ്യാൻ വന്നവനെതിരെ ഈ അച്ഛൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. 1 വർഷം നീണ്ടു നിന്നു രാമ. 1 വർഷം നീണ്ടു നിന്നപ്പോൾ എൻ്റെ രാജ്യത്തിനെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തി. ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ ഒരച്ഛൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഉപരോധം. നമ്മൾ കേട്ടിട്ടില്ലേ, പാലസ്തീനും ഇസ്രായേലും യുദ്ധം, ഉപരോധം. റഷ്യയും യുക്രൈനും യുദ്ധം, ഉപരോധം. ലോകത്തിലെ ആദ്യത്തെ ഉപരോധം വാൽമീകി രാമായണത്തിലാണ്, മിഥിലയ്ക്കെതിരാണ്. എന്തിനാ? ഒരു പെൺകുട്ടിയുടെ മാനം സംരക്ഷിക്കാൻ ഒരച്ഛൻ തുനിഞ്ഞിറങ്ങിയ ഐതിഹാസികമായ യുദ്ധമാണത്. എൻ്റെ മുന്നിലേക്ക് വന്നവർക്കൊന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ മകളെ ഞാൻ ചേർത്ത് പിടിച്ചു രാമ. അവസാനം 1 വർഷക്കാലം ധാന്യങ്ങളൊന്നുമില്ലാതെ എൻ്റെ സമൂഹം, എൻ്റെ ജനത, എൻ്റെ പൗരന്മാർ പട്ടിണി കിടക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരെ തപം ചെയ്ത് ചതുരംഗപ്പടയെ ഉണ്ടാക്കി ഞാൻ യുദ്ധം ചെയ്ത് ആ അല്പവീരന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു രാമ. എൻ്റെ മകളുടെ ചാരിത്രം ഞാൻ സംരക്ഷിച്ചു. വാൽമീകി രാമായണത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമായത്. ഒരു പെൺകുട്ടി വീട്ടിൽ വളർന്നു വരുമ്പോൾ ആരാ പെൺകുട്ടിയെ സംരക്ഷിക്കണ്ടേ? അച്ഛൻ്റെ ധർമ്മമായത്. വാൽമീകി രാമായണത്തിൽ സീത എന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു പേരുണ്ട്, ജാനകി എന്ന്. ആരാ ജാനകി? ജനകൻ ചേർത്തു പിടിച്ച മകളാണ്. പെൺകുഞ്ഞുങ്ങളോ ആൺകുഞ്ഞുങ്ങളോ കൗമാരത്തിനോട് ചേരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, വളർത്തേണ്ടത്, കൊണ്ടു നടക്കേണ്ടത് അച്ഛൻ്റെ ധർമ്മമാണ്. ജനകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജാനകി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരച്ഛനാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, അമ്മയാണോ? അല്ല, അച്ഛൻ്റെ ധർമ്മമാണ്. ഇന്നൊരച്ഛൻ തൻ്റെ മകൾക്ക് 10ാം ക്ലാസ്സിലോ +1 +2 പഠിക്കുന്ന തൻ്റെ മകൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന തൻ്റെ മകൾ എന്നും യാത്ര ചെയ്യുന്ന ബസ്സിൽ അതേ സീറ്റിൽ തൻ്റെ മകളോടൊപ്പം ഇരുന്ന് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും ആ ബസ്സിലൊന്നും മകളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു അച്ഛനുണ്ടോ? ആ ബസ്സിലെ ജീവനക്കാരോടും സമൂഹത്തിനോടും ഈ അച്ഛൻ പറയണ്ടേ, എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ തുണയുണ്ടെന്ന്? തൻ്റെ മകൾ ഒരു വസ്ത്രം വാങ്ങാൻ വസ്ത്രാലയത്തിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അച്ഛനൊന്ന് കൂടെ പോണ്ടേ? അമ്മ പോണം, പക്ഷെ അച്ഛനും കൂടെ പോണം. എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും കരുത്തുള്ള ഒരു പുരുഷന്റെ തുണയുണ്ടെന്ന്. എൻ്റെ മകൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ, എൻ്റെ മകൾ ഒരു സിനിമ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ, എൻ്റെ മകൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു അച്ഛൻ കൂടെ പോണ്ടേ? എൻ്റെ മകൾക്ക് ചോദിക്കാനും പറയാനും ഒരു പുരുഷന്റെ ഇരുമ്പുലക്ക പോലെയുള്ള കൈത്തണ്ടയുള്ള ഒരു പുരുഷന്റെ തുണയുണ്ട് എൻ്റെ മകൾക്ക് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്ന വർത്തമാനകാലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട ജനകന്റെ പിൻതലമുറയിൽപ്പെട്ട നമ്മുടെ അച്ഛന്മാർ എവിടെയാ? അതൊക്കെ നീ നോക്കിക്കോ, നിന്റെ മക്കളല്ലേ എന്ന് പറയുന്ന പഴയ ചൊല്ലില്ലേ, നിർത്തേണ്ട കാലം കഴിഞ്ഞു. അച്ഛന്റെ ധർമ്മമാ പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്. എൻ്റെ മകൾ ബിരുദത്തിന് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, അവൾ +2 പഠിക്കുന്നു. അവൾ, എൻ്റെ മകൾ ഈ മാസം 21 ദിവസം കോളേജിൽ പോയിരുന്നു.
ഒരച്ഛൻ മാസത്തിൽ ഒരിക്കൽ ഒരു കോളേജിൽ പോയിട്ട് എൻ്റെ മകൾ ഈ മാസം എത്ര ദിവസം കോളേജിൽ വന്നിട്ടുണ്ട്, അവളുടെ അറ്റൻഡൻസ് എനിക്കൊന്ന് അറിയണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തേ? അച്ഛന് അതിനുള്ള നട്ടല് കാണിക്കണ്ടേ അച്ഛൻ? എൻ്റെ മകളുടെ വിദ്യാലയത്തിലുള്ള വ്യവഹാരം എന്താണ് എന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പോയി ആ ടീച്ചറോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ മകളുടെ പഠന നിലവാരം എന്താണെന്ന് ഒരച്ഛൻ പോയി ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ മകളുടെ പ്രോഗ്രസ് കാർഡ് അച്ഛൻ പോയി നോക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അച്ഛൻ പഠന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങൂ, കാണാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പാവം പിടിച്ച അമ്മ മഹായുദ്ധമാണ് വീട്ടിൽ വൈകുന്നേരം. എന്തിന്റെ പേരിൽ? പഠിക്ക് എന്ന് പറയുന്ന അമ്മ. അച്ഛൻ അത് പറയണ്ട, അച്ഛൻ നോക്കിയാൽ മതി. അച്ഛന് സമൂഹത്തിന്റെ കാപ്പട്യം അറിയാം, ആൺകുഞ്ഞുങ്ങളുടെ മനോവിചാരം അറിയാം, മനോഗതി അറിയാം. അവരുടെ കണ്ണിന്റെ കൃഷ്ണമണി ചലിച്ചാൽ അച്ഛനറിയാം. സമൂഹത്തിന്റെ കാപ്പട്യം അറിയുന്ന ഒരു അച്ഛൻ തൻ്റെ മകളെയും കൊണ്ടുപോയാൽ, അവളുടെ ശരീരം മാറിയാൽ, അവളുടെ കണ്ണൊന്നു മാറിയാൽ അച്ഛന് മനസ്സിലാകും. അച്ഛനൊന്ന് നോക്കിയാൽ മതി. എവിടെ പേർപ്പെട്ട ആ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിലെ പരിപാലിക്കുന്ന പിതാവ് എവിടെ? നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണം. അതില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ ആ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ഇൻബിൽഡ് അല്ലാത്ത രണ്ടെണ്ണം അതിലുണ്ട്. ജന്മനാ മൊബൈലിൽ ഇല്ലാത്ത ഫേസ്ബുക്കും വാട്സപ്പും അതിന്റെ സ്വഭാവമേ അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി വന്നു ചേർന്നതിനോടൊരു ശ്രദ്ധ നല്ലതാ എപ്പോഴും. അതുകൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണം. എൻ്റെ മകളുടെ ഫേസ്ബുക്ക് അച്ഛൻ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ? മകളുടെ ഫേസ്ബുക്ക് അതിലെത്ര ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മകൾക്ക്? 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, 22 വയസ്സുള്ള എൻ്റെ മകൾക്ക് അവളുടെ സാമൂഹ്യപരമായ ബന്ധവും സൗഹൃദം ഉണ്ടാക്കാനുള്ള അവളുടെ കഴിവും വെച്ച് അവൾക്ക് എത്ര സൗഹൃദങ്ങളാകാം ഫേസ്ബുക്കിൽ. 200, 500, 1000 സുഹൃത്തുക്കൾ, 2000 സുഹൃത്തുക്കൾ. നിങ്ങളുടെ മക്കളുടെ ആ ഒരു കഴിവ് വെച്ച് എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് നോക്കണം. പോരാ, അവരുടെ സൗഹൃദത്തിന്റെ കഴിവ് വെച്ച് ഇത്രയധികം സുഹൃത്തുക്കൾ എൻ്റെ കുഞ്ഞിന് വന്നാൽ ആ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കണം. സ്വയം മുഖത്തോടുകൂടി എത്ര പേർ കൂട്ടുകാരായി ഉണ്ട് എൻ്റെ മകൾക്ക്? അതോ പ്രൊഫൈലിൽ സ്വന്തം ചിത്രത്തിന് പകരം സിനിമാ നടനും സീനറിയും തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഇതാരാണ് എന്ന് ചോദിക്കാനുള്ള ഒരു കെൽപ്പ് വേണ്ടേ അച്ഛന്? അച്ഛനിത് അറിയണ്ടേ? മൊബൈൽ വാങ്ങിക്കൊടുത്താൽ മാത്രം മതിയോ? വാട്സാപ്പിലുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നറിയണ്ടേ? സംശയത്തോടെ ചോദിക്കണമെന്നല്ല, ഇതറിയേണ്ട കടമയില്ലേ, ബാധ്യതയില്ലേ ഒരച്ഛന്? അച്ഛൻ ചെയ്യുന്നുണ്ടോ? ഇത് വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ. ജനകൻ എങ്ങനെയാണ് തൻ്റെ ജാനകിയെ വളർത്തിയത്, ജനകൻ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തി ലോകത്തിന്റെ മുന്നിൽ ഉന്നതാദർശമുള്ള ഒരു പെൺകുട്ടിയാക്കി മാറ്റിയത്, ആ പെൺകുട്ടി വാൽമീകി രാമായണത്തിൽ എല്ലായിടത്തും പറയുന്ന ഒരു വാക്കുണ്ട്. കൗസല്യാദേവിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇവിടെ വന്നാൽ ജീവിക്കേണ്ടതെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയാദേവിയോട് സീതാദേവി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താണ് പത്നീധർമ്മം എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സീത എല്ലാവരോടും പറയുന്നത്, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പത്നീധർമ്മം എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സാമൂഹ്യ വ്യക്തിത്വത്തെ കരിപ്പിടിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അമ്മ എന്നൊരു വാക്ക് സീത പറഞ്ഞിട്ടില്ല. ജാനകി അച്ഛനെ കുറിച്ചാ പറഞ്ഞത്. ഈ അച്ഛൻ ഇന്നുണ്ടോ നമുക്ക്? വാൽമീകി രാമായണത്തിൽ വാൽമീകി ജനകനും ജാനകിയെയും ചേർത്ത് വെച്ച് പറയുന്ന നിരവധി കഥകളുണ്ട്. ആ ജാനകി എവിടെയാണ് തൻ്റെ ഭർത്താവിനൊരു വീഴ്ച വരുന്നത്, ആ ഭർത്താവിനെ സ്നേഹപൂർവം ശാസിക്കും. പാവം പിടിച്ച് ഒന്നും മിണ്ടാത്തൊരു പെൺകുട്ടിയായി സീതയെ കാണരുത് കേട്ടോ. വാൽമീകി രാമായണത്തിലെ സീത നല്ല ചീറ്റപ്പുലിയാണ്. വീരശുൽക്കയായി വെറുതെ പ്രഖ്യാപിച്ചതല്ല, അത്യധികം കരുത്തും തൻ്റെ ഇടവുമുള്ള പെൺകുട്ടിയാണ്. മറ്റൊരാളുടെ മുന്നിൽ ധർമ്മമാണെങ്കിൽ മാത്രം ഓച്ഛാനിച്ചു നിൽക്കും, അല്ലെങ്കിൽ പറയേണ്ടത് ഭംഗിയായി പറയും. വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ഓരോ ഋഷിവാടങ്ങളിലും പോയി ഋഷിമാരെ മുഴുവൻ വണങ്ങുന്ന സമയത്ത്
സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഋഷിമാർ രാമന് സമ്മാനിച്ചത് മന്ത്രമല്ല, വിഭൂതിയല്ല, കുടമല്ല, വൽക്കലമല്ല, കൊടുത്തത് മുഴുവൻ ആയുധങ്ങളാണ്. നമ്മുടെ ഋഷിമാർ നാമം ചൊല്ലി നടന്നവർ മാത്രമല്ല, കരുത്തുള്ള ആയുധങ്ങളും സംരക്ഷിച്ചവരാ. ആർക്ക് വേണ്ടി? ക്ഷാത്രവീര്യം സംരക്ഷിക്കുന്നവന് ക്ഷാത്രവീര്യത്തിന്റെ ശസ്ത്രാസ്ത്രങ്ങൾ മുഴുവൻ കൊടുക്കാൻ കെൽപ്പുള്ള ഋഷി എല്ലാ ആയുധങ്ങളും രാമന് കൊടുത്തു. അഗസ്ത്യൻ കൊടുത്തു, വലിയ വാളും കൂർത്തുമൂർത്ത ശരങ്ങളും കൊടുത്തു. ഇതെല്ലാം കൊണ്ട് രാമൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു, രാക്ഷസന്മാരെ ഞാൻ കൊന്നുകൊള്ളാം, ഞാൻ വന്നത് തന്നെ നിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കൊരു വിഷമമുണ്ട്. ഈ പൊതുകാര്യം ചെയ്യുന്ന ഭർത്താവിനെ ഭാര്യ ചില ഉപദേശമൊക്കെ നടത്തില്ലേ, നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോണേ, 112 വർഷമായില്ലേ, ഇനി നിങ്ങൾ അവിടെ പോയി കിടക്കണോ, മറ്റുള്ളവർ നോക്കട്ടെ, പിള്ളേര് നോക്കട്ടെ എന്നൊക്കെ പറയില്ലേ. തൻ്റെ കാര്യമൊക്കെ വിട്ടെറിഞ്ഞ് വീട്ടുകാര്യം നോക്കാത്ത ഭർത്താവിന് ഒരു ദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട ഒരു ധർമ്മപത്നി ഭർത്താവിനെ ഉപദേശിക്കുന്നത് പോലെ സീത രാമനോട് പറയുന്ന ഒരു വാക്കുണ്ട്. രാമ, ഒരു പുരുഷന് 3 തരം വീഴ്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ വീഴ്ചകളിൽ ഒന്ന് അസത്യഭാഷണമാണ്. അതായത് പുരുഷൻ നുണ പറഞ്ഞാൽ അത് പുരുഷന്റെ അധപ്പതനമാണ്. മനസ്സിലായില്ല? പുരുഷൻ നുണ പറയരുത്. പറഞ്ഞാൽ ആ പുരുഷൻ വീണു, പതിതനായി. 2, പരതാരാഭിഗമനം. പരതാരങ്ങളെ, അന്യന്റെ ഭാര്യയെ ഒരു പുരുഷൻ സ്മരിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിഞ്ഞ ഗൃഹസ്ഥനായി ധർമ്മപൂർവം തൻ്റെ ഈ ഗൃഹസ്ഥാചരണം ചെയ്യേണ്ട പുരുഷൻ പരതാരത്തെ സ്മരിക്കുക. രാമ, പുരുഷന്റെ വീഴ്ചയാത്. 3, വൈരം വിന പരാലോകെ. പരന്മാരോട് വൈര്യം സൂക്ഷിക്കുന്ന പുരുഷനും വീഴ്ചയാണ്. രാമ, ആദ്യം പറഞ്ഞ 2 കാര്യവും അങ്ങയെ ബാധിക്കില്ലെന്ന് എനിക്കറിയാം. ഏതാ 2 കാര്യം? എൻ്റെ രാമ, അങ്ങൊരിക്കലും അസത്യം പറയില്ല. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാ. എൻ്റെ രാമ, അങ്ങൊരിക്കലും അന്യ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ രാമ, അങ്ങേക്ക് ഈ പരന്മാരോടുള്ള വൈര്യം സൂക്ഷിച്ചാൽ അങ്ങേക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. അങ്ങ് ഈ ഋഷിമാരോടൊക്കെ വാക്കുകൊടുക്കുന്നത് ഞാൻ കേട്ടു. ഈ രാക്ഷസന്മാരെ, നക്തഞ്ചരന്മാരെ, രാത്രിഞ്ചരന്മാരെ, ആ അസുരഗണങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊള്ളാമെന്ന്. അവർ അങ്ങേക്ക് വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടോ? അങ്ങയെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഈ ഋഷിമാർ തപസ്സുള്ളവരല്ലേ, അവർ വേണമെങ്കിൽ അവരുടെ കാര്യം നോക്കിക്കോട്ടെ. അങ്ങ് എന്തിനാണ് ഈ ആയുധവും പിടിച്ച് നടക്കുന്നത്? നമ്മൾ വനവാസത്തിന് വന്നതല്ലേ. വാനപ്രസ്ഥ ധർമ്മവും ഈ ക്ഷത്രിയ ധർമ്മവും ഒരുമിച്ച് പോകില്ല. നമുക്ക് നാമം ജപിച്ച് ജീവിച്ചാൽ പോരെ. ഇനി വാനപ്രസ്ഥമല്ല, സന്യാസം വേണോ? ഞാനുണ്ട് അങ്ങയുടെ കൂടെ. അതുകൊണ്ട് അങ്ങ് ഈ ആയുധങ്ങളൊക്കെ കളയൂ. ക്ഷത്രിയന്റെ കയ്യിൽ ആയുധം ഇരുന്നാൽ അവൻ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ അങ്ങയുടെ കയ്യിൽ ആയുധം ഇരുന്നാൽ നക്തഞ്ചരന്മാരെ കണ്ടാൽ അങ്ങത് പ്രയോഗിക്കും. അതെനിക്കറിയാം രാമ. തീക്ക് വിറക് പോലെയാണ് ക്ഷത്രിയന്റെ കയ്യിൽ ആയുധം ഇരുന്നാൽ. മാത്രമല്ല രാമ, ഞാനൊരു കഥ പറഞ്ഞു തരാം. വാൽമീകി രാമായണത്തിൽ സീത പറയുന്ന ധാരാളം കഥകളുണ്ട്. ആ കഥകളിൽ ഒന്ന് നമുക്കിന്ന് ആവശ്യമുള്ളതാണ്. സീത പറഞ്ഞു, രാമ, പണ്ട് അഗ്നിജ്വാല പോലെ ജാജുല്യമാനനായ ഒരു വലിയ തപസ്വി ഉണ്ടായിരുന്നു. ആ തപസ്വിയുടെ തപം കണ്ട് ലോകത്തിന് മുഴുവൻ ചൂടേറ്റപ്പോൾ ദേവേന്ദ്രന് ഭയം വന്നു. തൻ്റെ സ്ഥാനം പോകുമോ? അത്ര തപസ്വി, അഗ്നിജ്വാല പോലെ ആളുന്ന ആ തപസ്വിയുടെ തപസ് മുടക്കണം. എല്ലാ തപസ്സും മുടക്കാൻ പറ്റിയ ഒരു വസ്തു ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ ദേവേന്ദ്രൻ ഒരു വലിയ യോദ്ധാവിന്റെ വേഷമൊക്കെ കെട്ടി അദ്ദേഹം നേരെ ഈ തപസ്വിയുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നീണ്ട മൂർച്ചയുള്ള വിളങ്ങുന്ന ഒരു വാളെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വാളാണ്, ഞാൻ ന്യാസമായി കടമായി ഏൽപ്പിക്കുന്നു, അങ്ങ് അത് കയ്യിൽ സൂക്ഷിക്കണം, ഒരാഴ്ച കഴിഞ്ഞ് വരാമേ. പാവം ഋഷി ശരി ഇവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആ ഋഷി പിറ്റേ ദിവസം മുതൽ തൻ്റെ ധർമ്മപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഇതെന്നെ കടമായി ഏൽപ്പിച്ചതാണല്ലോ, ഞാൻ സംരക്ഷിക്കണ്ടേ. അദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളത്തിൽ പോകുമ്പോൾ ആ വാളെടുത്ത് കയ്യിൽ വെച്ചു. എന്താ കാരണം? ആത്മാർത്ഥത. പൂക്കൾ ഇറുക്കാൻ പോകുമ്പോൾ വാള് കയ്യിലെടുത്തു.
പൂജയ്ക്കുള്ള മറ്റ് സാമഗ്രികൾ മുഴുവൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആ വാള് കയ്യിലെടുത്തു. തുടർച്ചയായി വാളിനെ നോക്കിയിരുന്നപ്പോൾ വാളിന്റെ ആ സൗന്ദര്യം, അതിന്റെ മിനുസം, അതിന്റെ മൂർച്ച, അതിന്റെ തിളക്കമൊക്കെ കണ്ടപ്പോൾ ഇത് വെറുതെ ഒന്ന് ഉപയോഗിച്ചാൽ എങ്ങനെ എന്നൊരു തോന്നലുണ്ടായി. ഒരു ചെറിയ ചെടി നിവർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ ഒന്ന് വാളുകൊണ്ട് വീശിയപ്പോൾ അത് അത്ഭുതം, അത് 2 കഷ്ണമായി തീർന്നിരിക്കുന്നു. ഒരു മരക്കൊമ്പിൽ ആഞ്ഞൊന്ന് വെട്ടിയപ്പോൾ മരക്കൊമ്പ് മുറിഞ്ഞ് താഴെ വീണിരിക്കുന്നു. പറന്നു പോകുന്ന പക്ഷി, പാവം പക്ഷി ഋഷിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അറിയാതെ വാളുകൊണ്ട് ആ ചിറകിലൊന്ന് വെട്ടിയപ്പോൾ ചിറകറ്റ പാവം താഴെ വീണിരിക്കുന്നു. പതുക്കെ അതിന്റെ സ്വഭാവം നമ്മൾ കാണിക്കും. ഞാൻ പറഞ്ഞതല്ല, സീതാദേവി പറഞ്ഞതാ. ഒരു പെൺകുട്ടി ജനകൻ വളർത്തിയ ജാനകിയുടെ വാക്കാണ്. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ, നമ്മൾ കാണുന്നതിൻ്റെ, നമ്മൾ സ്മരിക്കുന്നതിൻ്റെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ സൗഹൃദങ്ങളുടെ ആ സ്വഭാവം നമ്മൾ കാണിക്കും. നമ്മൾ പറയാറില്ലേ, ഇതെന്റെ മകളുടെ സ്വഭാവമല്ല. സത്യമായിട്ടും നിങ്ങളുടെ മകളുടെ സ്വഭാവം ഇതല്ല. പക്ഷെ അവരുടെ കൂട്ടുകാരാരാ? അവരെ സ്വാധീനിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളില്ലേ? അവർ കണ്ട സിനിമയില്ലേ? അവരുടെ മനസ്സിലുള്ള നായകനും നായികയുമില്ലേ? ഈ ലോകത്തിൽ പലതും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. എന്താണോ അവർ കൊണ്ടു നടക്കുന്നത്, ആ കൊണ്ടു നടക്കുന്ന ഒന്നിന്റെ സ്വഭാവം കാണിക്കും. ഈ മൊബൈൽ ഫോൺ, സീതാദേവി അന്ന് പറഞ്ഞതാ, മൊബൈലിനെ കുറിച്ചല്ല. പക്ഷെ കാലത്തിനനുസരിച്ച് മൂർച്ചയുള്ള ആ ഖഡ്ഗത്തെ നമ്മൾ പഠിക്കുമ്പോൾ, മൊബൈൽ ഫോൺ വെറുതെ ഇരിക്കുമ്പോൾ, ഒരു പണിയുമില്ലാതിരിക്കുമ്പോൾ ഒരു തോന്നൽ, വെറുതെ ഒരു നമ്പറിലേക്ക് ഒരു ഹായ്. അവിടെ ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്നവന്റെ മുന്നിലേക്ക് ഒരു എരവിന്ന് വീണപ്പോൾ അവൻ ഇപ്പുറത്തേക്ക് തിരിച്ച് ഒരു ഹി. പിന്നെ നേരത്തെ പറഞ്ഞ ഋഷിയുടെ ആ വാള് കൊണ്ട് എന്തൊക്കെ പ്രയോഗം ഉണ്ടായോ ആ പ്രയോഗങ്ങളൊക്കെ നടത്തി പതിച്ചുപോയി രാമ. അതുകൊണ്ട് രാമ, ഈ ആയുധം നമുക്ക് വേണ്ട. സീതയുടെ ഉപദേശം കണ്ടോ? തൻ്റെ ഭർത്താവിന് ഒരു ദോഷം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിച്ചു. ഉപദേശിച്ചതിൽ വാൽമീകി പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഒന്ന്, സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുന്ന ഭാഗത്ത് സീതയുടെ ഉപദേശത്തിന്റെ രീതി പറയേണ്ട കാര്യത്തെ പ്രിയമായി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? സത്യം പ്രിയമായി പറയണം. നിങ്ങൾ സത്യം പറയുന്നതിലല്ല മിടുക്ക്, പറയുന്ന കാര്യത്തിനൊരു സ്വീകാര്യത വേണ്ടേ? സ്വീകാര്യതയ്ക്ക് നല്ലത് പ്രിയമായി സത്യങ്ങളെ പറയാൻ പഠിക്കുക. 1. 2, പറഞ്ഞ വാക്കുകൾ സൗമ്യമായി പറഞ്ഞു. പേര് സൗമ്യ എന്നാണ്, പക്ഷെ പുറത്തു വരുന്ന വാക്കുകൾ അത്ര സൗമ്യമല്ല. അതുകൊണ്ട് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു. 3, മുഖമുദ്ര വിനയമാണ്. വിനയാന്വിതയായി തൻ്റെ ഭർത്താവിനോട് സീത പറയുന്നു. 4, താൻ പറയുന്ന തൻ്റെ ആശയത്തിലുള്ള ദാർഢ്യമുണ്ട്. പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആശയത്തിന്റെ ആ ദാർഢ്യവും ചേർത്ത് 4 ഘടകങ്ങൾ വെച്ച സീത ഒരു അഭിപ്രായം പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ഭവതിയുടെ കുലമഹിമയാണ് ഈ വാക്ക്. എന്തൊരു സത്കാര ഭാവത്തിലാണ് രാമൻ ഇത് സ്വീകരിച്ചത്. ദേവി അങ്ങേയറ്റം മഹത്വമുള്ളവളാണ് എന്നൊക്കെ സീതയെ അങ്ങ് ഉയർത്തി പറയുന്നുണ്ട്. നമുക്കിതുവരെ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. കാരണം എന്താ? നമ്മുടെ മുഖമുദ്ര എന്താ? ഒരു കൈപ്പത്തി ഇവിടെ, ഒരു കൈപ്പത്തി ഇവിടെ. ഇതാണ് നമ്മുടെ മുഖമുദ്ര. പറയുന്ന വാക്കുകൾ പ്രിയമായി സൗമ്യമായി വിനയത്തോടെ സംസാരിച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഘർഷങ്ങൾ പകുതിയില്ലാതാകും. സീതാദേവി പഠിപ്പിച്ചതാ, ജനകൻ ജാനകിയെ വളർത്തിയതാ. ആ വളർത്തൽ വെച്ച് നമ്മൾ സീതയുടെ ഉപദേശത്തെ മനസ്സിലാക്കണം. പോരാ, എങ്ങനെ ഒരു അമ്മ തൻ്റെ മകനെ വളർത്തണം? അതിന് ഏറ്റവും നല്ലത് സുമിത്രയും സൗമിത്രിയുമാണ്. സൗമിത്രി വനവാസത്തിന് പോകുമ്പോൾ 25 വയസ്സ്. ഭാര്യാസുഖം അനുഭവിച്ചിട്ടില്ല. കാരണം ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചത് കൊണ്ട് 12 കൊല്ലം ചേട്ടനെ പോലെ ഊർമിളയോടൊപ്പം ജീവിച്ചവനാ. പക്ഷെ രാമൻ തന്നെ ശൂർപ്പണഖയുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുജനെ കണ്ടോ, ഭാര്യാസുഖം അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള തൻ്റെ മകൻ കാട്ടിൽ പോകുന്നു. അമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചു പറയുന്ന ആ വാക്ക് നമുക്കറിയാം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ അടവിൻ വിദ്ധി ഗച്ഛതാത യഥാസുഖം. അങ്ങനെ പോയി തിരിച്ചുവാ എൻ്റെ മകൻ. ഈ ഉപദേശം ഒന്നുകൂടി വർത്തമാനകാലത്തിനനുസരിച്ച് മനസ്സിലാക്കണം.
രാമായണത്തിലെ പ്രസിദ്ധ ശ്ലോകം എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയുന്ന ആ ശ്ലോകം, ആ ശ്ലോകത്തിൽ രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥൻ എന്നറിയണം. മാം അമ്മ, ഞാൻ, വിദ്ധി ജനകാത്മജ. എന്താ സീത എന്ന് പറയാഞ്ഞേ? ജനകന്റെ പുത്രി ജാനകി ഉണ്ടല്ലോ, ഞാൻ തന്നെയാ. ഇതെന്തിനാ അമ്മ ഈ യാത്രക്കിടയിൽ മകനെ ധൃതി പിടിച്ച് അടുത്തു വിളിച്ച് ഈ കാര്യം പറഞ്ഞേ? ഒന്നുകൂടി ആലോചിക്കണേ. പ്രായം എത്രയാ? തുടുത്ത യൗവനമാണ്, 25 വയസ്സാണ്. കാടെങ്ങനെയാ? കാട് സുഖശീതളിമയാണ്, തണുപ്പാണ്. മനുഷ്യ മനസ്സിനെ വല്ലാതെ പലതിലേക്കും വീഴ്ത്താൻ പറ്റുന്ന ഇടമാണ് കാട്. അവിടെ തണുപ്പുണ്ട്, അവിടത്തേതായ സ്വകാര്യതകൾ ഉണ്ടാകും. മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമില്ല. അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഇതെന്ന് ഓർക്കണം. എന്തേ അങ്ങനെയും പറയാൻ കാരണം? അച്ഛൻ്റെ സ്വഭാവം നന്നായി അറിയാം അമ്മയ്ക്ക്. അച്ഛനാരാ? 3 കെട്ടിയിട്ടുള്ളവനാ. പോരാ, അന്തഃപുര സ്ത്രീകൾ ധാരാളമുണ്ടെന്ന് വാൽമീകി തന്നെ എഴുതിയിട്ടുണ്ട്, എണ്ണം പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. അത്രയും അന്തഃപുര സ്ത്രീകളും 3 ഭാര്യമാരുമുള്ള ഈ അച്ഛൻ്റെ മകന്റെ ഉള്ളിൽ അച്ഛൻ തന്നെ പുനർജനിച്ചതാണല്ലോ മക്കൾ. അച്ഛൻ്റെ സ്വഭാവമാണല്ലോ കാണുന്നത്. തന്നെ പുനർജനിപ്പിക്കുന്നവളാണല്ലോ ജായ. തനിക്ക് പുനർജനിക്കണമെന്ന് തോന്നുമ്പോഴാണല്ലോ വിവാഹം കഴിക്കുന്നത്. ആ അച്ഛനാണ് മക്കളായി പുനർജനിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ സ്വഭാവമാണ് ഈ മകനിൽ ഉണ്ടാകുക എങ്കിൽ, മോനെ നീ അവിടെ പോകുമ്പോ ഏട്ടത്തി ഞാൻ തന്നെയാണെന്ന് ഗണിക്കണം. കാട്ടിൽ ഏട്ടന് പല ഇടങ്ങളിലും പോകേണ്ടി വരും. ഏകാന്തത, അനുകൂല പരിതസ്ഥിതികൾ സർവ്വതും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉപരിപഠനത്തിന് നമ്മൾ ഭാരതം വിട്ട് പല ഇടങ്ങളിലും പോകും. ഭാരതത്തിന്റെ ജീവിതമല്ല അവിടെയൊക്കെ. ഉപഭോഗം അതിൻ്റെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നമ്മൾ കാണും. നമുക്കനുകൂലമായ അന്തരീക്ഷങ്ങൾ നിരവധി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അത്തരം സന്ദർഭങ്ങളിൽ മാം വിദ്ധി ജനകാത്മജം എന്ന ആ വാക്ക്, ആ മൃതസഞ്ജീവനി മന്ത്രം, ആർഷ സംസ്കൃതിയുടെ നമ്മളുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആ മന്ത്രവിപ്ലവം, ആ വിപ്ലവം മനസ്സിലുണ്ടാകണം. അതാണ് മാം വിദ്ധി ജനകാത്മജം. അമ്മ മകന് ഉപദേശിച്ചു, നമ്മളും ഉപദേശിച്ചു. നമ്മൾ ഉപദേശിക്കുന്നത് നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ടോ? ഈ അമ്മ ഉപദേശിച്ചത് ഈ മകൻ ചെയ്തോ? ഒന്ന് ചേർത്ത് വെച്ച് വായിക്കണ്ടേ നമ്മൾ? അങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെയുണ്ട്. ആ കാര്യം, അമ്മ തൻ്റെ മകനെ ഉപദേശിച്ചിട്ട് ഈ മകൻ എന്ത് ചെയ്തു അതറിയാൻ കിഷ്കിന്ധാകാന്ഡത്തിന്റെ ആരംഭത്തിലേക്ക് യാത്ര ചെയ്യണം. കിഷ്കിന്ധാകാന്ഡത്തിന്റെ ആരംഭത്തിൽ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് പമ്പാസരസിന്റെ വശത്തുകൂടെ പോകുന്ന രാമലക്ഷ്മണന്മാരെ ഋഷ്യമുഖാചലത്തിന്റെ ഏറ്റവും മുകളിലിരുന്ന് സുഗ്രീവൻ കാണുന്നുണ്ട്. ആ സുഗ്രീവൻ വായുനന്ദനായിട്ടുള്ള, വാക്യജ്ഞനായിട്ടുള്ള ആ സൂക്ഷ്മനയനനെ, സാക്ഷാൽ അഞ്ജലീപുത്രനെ, പവനതനയനെ പറഞ്ഞു വിടുന്നുണ്ട്. ആ വാക്യവിശാരദൻ, വാക്യകോവിദൻ രാമനെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. കൂട്ടിക്കൊണ്ടുവന്ന് സഖ്യമുണ്ടാക്കുന്നുണ്ട്. രാമകാര്യം ഭംഗിയായി ഹനുമാൻ പറയുന്നുണ്ട്. ഈ പറയുന്ന സമയത്ത് സുഗ്രീവൻ പറഞ്ഞു, ആകാശത്തിലൂടെ പോയ ഒരമ്മ ഞങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട് രാമ, അതൊന്ന് കാണൂ, സീതയുടേതാണോ എന്നൊന്ന് ഉറപ്പിക്കൂ. സീത പോയതോടുകൂടി രാമന് ചിത്തഭ്രമം വന്നു എന്നാണ് വാൽമീകി എഴുതിയത്. ചിത്തഭ്രമം വന്നാൽ സ്വർണം കണ്ട മനസ്സിലാവോ? ആവോ? ഈ ചിത്തഭ്രമല്ല, എന്ത് വന്നാലും സ്വർണം കണ്ട മനസ്സിലാവും, മറ്റു പലതും മറന്നാലും. പക്ഷെ രാമന് ചിത്തഭ്രമം വന്നതുകൊണ്ട് രാമന് മനസ്സിലായില്ല. രാമൻ അത് നോക്കി നിഷ്കളങ്കമായി ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ നിനക്ക് വല്ലതും മനസ്സിലായോ? ലക്ഷ്മണൻ കൈകൂപ്പി പറയുന്നുണ്ട്, നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഞാൻ അറിയാ കുണ്ടലങ്ങൾ, അറിയാ തോൾവളകൾ, ഞാൻ അറിയുന്നതു ചിലങ്കയാം സദാ പാദം വന്ദിക്കയാൽ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഏട്ടത്തിയമ്മയുടെ പാദ നമസ്കാരം നടത്താറുണ്ട്. എന്തിനാ പാദ നമസ്കാരം നടത്തിയേ? മാം വിദ്ധി ജനകാത്മജാം എന്ന മൃതസഞ്ജീവനി മന്ത്രം, ആ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ആർഷ സംസ്കൃതിയുടെ ആ നാരായ വേര്
സർവവിദ്യകളുടെയും അടിസ്ഥാനമായിട്ടുള്ള പൂർവ പ്രപിതാക്കൾ നമുക്ക് പകർന്നു തന്ന ആദർശ രൂപം, ആ രൂപത്തിന്റെ മുന്നിൽ ഞാൻ എന്നും പാദ നമസ്കാരം ചെയ്യാറുണ്ട്. എന്നിട്ടും ഈ തുടുത്ത യൗവനമുള്ളവൻ, 37 വയസ്സിനോട് ചേർന്ന് നിൽക്കുന്നവൻ, ഈ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ എല്ലാ ദിവസവും പാദ നമസ്കാരം നടത്തിയിട്ടും ഞാൻ ഈ കുണ്ടലം, ഞാൻ അറിയാ കുണ്ടലങ്ങൾ, ഈ ജിമിക്കി കമ്മലുണ്ടല്ലോ, കുണ്ടലമുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിയാ തോൾവളകൾ, ഈ വളയും മാലയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിയുന്നത് ചിലങ്കയാ. ഈ ചിലങ്ക, കുലുസ്, പാദസരം അതെനിക്ക് മനസ്സിലായി, അത് ഏട്ടത്തിയമ്മയുടേതാണ്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ തുടുത്ത യൗവനമുള്ള സൗമിത്രിയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. എങ്ങനെയാ സുമിത്ര ഈ സൗമിത്രിയെ വളർത്തിയിട്ടുണ്ടാവുക? നമ്മൾ എങ്ങനെയാ നമ്മുടെ മക്കളെ വളർത്തുന്നേ? നമ്മുടെ മകൻ ഈ ലോകത്തിന്റെ ഏത് അനുകൂല അന്തരീക്ഷത്തിലും പ്രലോഭനങ്ങളുടെയും വഴിതെറ്റലിന്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ നമുക്ക് ഉച്ചത്തിൽ പറയാൻ പറ്റുമോ, സൗമിത്രി എങ്ങനെ വളർത്തിയോ, സൗമിത്രിയെ എങ്ങനെ വളർത്തിയോ അതുപോലെ വളർത്താൻ നമ്മളും പഠിക്കണ്ടേ? രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ രാമായണത്തിന്റെ ഉദ്ദേശം? ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രാമായണം ശ്രീരാമചന്ദ്രൻ മൂല്യങ്ങളുടെ വിളനിലമാണ് എന്നും രാവണൻ ധാരാളം കഴിവുകളുടെ, സ്കില്ലുകളുടെ പ്രതിരൂപമാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഹനുമാൻ ആദ്യമായി രാവണനെ കാണുന്നുണ്ട് പൂർണ്ണമായ വെളിച്ചത്തിൽ, അല്ലാതെ 2 പ്രാവശ്യം കാണുന്നുണ്ട്. അഴകിയ രാവണനെ മരത്തിന്റെ മുകളിൽ ഇരുന്നാണ് കാണുന്നത്, ഉറങ്ങുന്ന രാവണനെയും കാണുന്നുണ്ട്. പക്ഷെ വെളിച്ചത്തിൽ, പകലിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കാണുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇരു കയ്യും കൂപ്പി ഹനുമാൻ രാവണനെ ഭജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തൊഴുന്ന ഒരു ഭാഗം വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണിക്കുന്ന ഭാഗത്ത് ഹനുമാൻ രാവണനെ കണ്ട് തൊഴുതു പറയുന്ന ഒരു വാക്കുണ്ട്, അഹോ രൂപം അഹോ ധൈര്യം അഹോ സത്വം അഹോദ്യുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്ത. ആരാ പറഞ്ഞേ? ഹനുമാൻ. ആരെ കുറിച്ചാ പറഞ്ഞേ? രാവണനെ കുറിച്ച്. എന്താ പറഞ്ഞേ? അഹോ രൂപം, എന്തൊരു രൂപം, എന്തൊരു തേജസ്, എന്തൊരു ഓജസ്, എന്തൊരു ഭംഗി, എന്തൊരു കാന്തിമാൻ, എന്തൊരു ഭംഗിയാ കാണാൻ. അഹോ ധൈര്യം, എന്തൊരു ധൈര്യമാണ്. 14 ലോകവും രാവണൻ എന്ന് പറയുന്ന നാമം ശ്രവിക്കുന്ന മാത്രയിൽ പ്രകമ്പനം കൊള്ളും. അഹോ സത്വം അഹോദ്യുതി അഹോ രാക്ഷസരാജസ്യ, ഈ രാക്ഷസരാജാവ് എന്തൊരു കേമൻ, സർവലക്ഷണയുക്ത. ഈ ഹനുമാൻ ഇതിനു മുൻപ് ആരുടെ കൂടെയായിരുന്നു? രാമനോടൊപ്പം. രാമനെ കണ്ട് രാമന്റെ കൂടെ ഇരുന്ന് രാമനോടൊപ്പം കഴിച്ച് രാമനോടൊപ്പം ചിരിച്ച് രാമനോട് സംസാരിച്ചിരുന്ന ഈ ഹനുമാൻ ഇപ്പൊ കാലുമാറി. സർവലക്ഷണം തികഞ്ഞ ഒരു പുരുഷനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? രാമനേക്കാളും കേമനാണ് രാവണൻ എന്നല്ലേ? രാവണന്റെ കഴിവ് നിസ്സാരമല്ല. രാവണൻ തന്നെ സീതയുടെ മുന്നിൽ പറയുന്നുണ്ട്, എന്റെ കഴിവുകൾ ഞാനൊന്ന് പറയുന്നതെങ്കിലും കേട്ടിട്ട് നീ എന്നോടൊന്ന് ചേർന്നിരുന്ന് എന്റെ അന്തഃപുരത്തിൽ അന്തിയുറങ്ങാൻ ഒന്ന് വാ എന്ന് വിളിക്കുന്നുണ്ട്. മകന്റെ വീര്യം പറയുന്നുണ്ട്, അങ്ങ് അമരാവതിയുടെ ഇടനാഴിയിലൂടെ എന്റെ മകൻ ഇന്ദ്രജിത്ത് ഇന്ദ്രനെ വലിച്ചിടച്ചു കൊണ്ടുപോന്നപ്പോൾ ബ്രഹ്മദേവൻ കൽപ്പിച്ചു കൊടുത്ത വാക്ക ഇന്ദ്രജിത്ത്, എന്റെ മകനാണവൻ. മകന്റെ വീര്യവും പറഞ്ഞിട്ടാണ് സീതയെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ കേട്ട് ആ കുലസ്ത്രീ തന്റെ മുന്നിൽ നിന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ളൊരു കഴിവുണ്ട് സീതയ്ക്ക്. അനുകൂലമായ ഒരു അന്തരീക്ഷവും രാവണന് കൊടുക്കുന്നില്ല. തന്റെ മുടിയെല്ലാം അഴിച്ചിട്ട് തന്റെ നഗ്നദേഹം പരപുരുഷൻ കാണാതിരിക്കാൻ തന്റെ ഇരു തുടകൾക്കും ഇടയിലേക്ക് തന്റെ ശിരസ് താഴ്ത്തിവെച്ച് കൈകൊണ്ട് കാലുകൾ പിണച്ചു വെച്ച് ആ അമ്മ താഴേക്ക് നോക്കി രാവണന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നപ്പോൾ രാമനെ കുറ്റം പറയുന്നുണ്ട്. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ മെലിഞ്ഞുണങ്ങിയ കാഷായ വസ്ത്രധാരിയെ നീ മറന്നുകളാ. അവനുമായി രമിച്ചാൽ നിനക്ക് എന്ത് സുഖമാണ് ഉണ്ടാകുന്നത്? സർവസുഖങ്ങളുടെയും ആലയമാണ് എൻ്റെ അന്തഃപുരം, അവിടേക്ക് വരൂ എന്ന് പറയുമ്പോൾ, രാമനെ കുറ്റം പറയുമ്പോൾ
ആ സാധ്വീരത്നം ഇരുന്ന ഇരിപ്പിൽ നിന്നൊരു പുൽനാമ്പ് നുള്ളിയെടുത്ത് അത് രണ്ടായി കീറി രാവണന്റെ മുഖത്തേക്കിട്ട് സീത പറയുന്നുണ്ട്, നീ എനിക്ക് വെറും പുല്ലാടാ എന്ന്. ലോകം നിറപ്പിച്ച രാവണൻ ഭാരതത്തിലെ ഒരു സ്ത്രീരത്നത്തിന്റെ മുന്നിൽ ഇലിഭ്യനായി. അടകിയ രാവണൻ ഇലിഭ്യനാകുന്ന സമയത്ത് സീത രാവണനോട് പറയുന്നുണ്ട്, സവിതൃകുലതിലകൻ അതീവ ഭീത്യാ ഭവാൻ, സന്യാസിയായി വന്നിരുവരും കാണാതെ എന്റെ ഭർത്താവ് അവിടെ ഇല്ലാത്ത സമയം നോക്കി ഒരു സന്യാസിയുടെ വേഷവും കെട്ടി എന്നെ കട്ടുകൊണ്ട് വന്നിട്ട് ആണത്തം വിളമ്പുന്നോടാ നീയാണോടാ പുരുഷൻ എന്ന് ചോദിക്കാൻ കെൽപ്പ് കാണിച്ചമ്മയാ സീത. ജഡായുവിന്റെ ഭാഷ കടമെടുത്ത് സീത പറയും, തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ? അധ്വരത്തിങ്കൽ ചെന്ന് ഹോമം കൊണ്ട് പുണ്യമായ പുരോടാശം ഒരു ശുനകൻ കട്ടുകൊണ്ടു പോകുന്നത് പോലെ. എടാ നായെ, നീ എന്നെ കട്ടുകൊണ്ട് വന്നതല്ലടാ. യജ്ഞവേദിയിലേക്ക് നായ്ക്കൾക്ക് പ്രവേശനമില്ല. ആ യജ്ഞകുണ്ഡത്തിൽ യജമാനൻ ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് പുകവന്ന യജമാനന്റെ കണ്ണു മൂടുമ്പോൾ ഒളിച്ചു നിന്ന ശ്വാനൻ, ആ നായ ഓടി വന്ന് ഈ പുരോടാശം, ഈ പൂജാദ്രവ്യം എടുത്തുകൊണ്ട് ഓടുന്നത് പോലെ നീ എന്നെ കട്ടുകൊണ്ട് വന്നതല്ലടാ നായേ എന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ല സീതയ്ക്ക്. ചുറ്റുപാടും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന രാക്ഷസ സ്ത്രീകളുടെ ഇടയിൽ വെച്ചാണ് സീത പറയുന്നത്, അടുത്ത നിമിഷം ജീവൻ പോയാലും തൻ്റെ ഭർത്താവിനെ, തൻ്റെ ആദർശമൂർത്തിയെ, തൻ്റെ ശ്രീരാമചന്ദ്രനെ, തൻ്റെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ആരെങ്കിലും അരുതകൾ പറഞ്ഞാൽ സീതയ്ക്ക് പ്രതികരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ധീരതയുള്ള അമ്മ. ഈ അമ്മയുടെ പിന്തലമുറയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആത്മഹത്യ, പഠനഭാരം, സ്ട്രെസ്, എക്സാം ഫിയർ. ഇതൊക്കെ എവിടുന്നാ? ഇതിലും വലിയ എക്സാമിനേഷൻ നേരിട്ട സീത പോലും ഒരിക്കലും ദുർബലയായിരുന്നില്ല. ആ സീതയുടെ മുന്നിൽ പറയുന്ന രാവണൻ സർവ്വവിള നിലമാണ്. എന്നിട്ടും എന്തേ ഹനുമാൻ ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും എന്തേ നമ്മൾ രാമനെ സ്വീകരിച്ച് രാവണനെ മാറ്റിവെച്ചത്? ഇവിടെയാണ് വാൽമീകി നമ്മളെ പഠിപ്പിക്കുന്നത്, രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. രാവണൻ ഉണ്ട് എന്ന് പറഞ്ഞതെല്ലാം എന്താ? രാവണൻ നന്നായി പാടും, രാവണൻ നന്നായി ശിവസ്തോത്രങ്ങൾ, കാവ്യങ്ങൾ എഴുതും, രാവണൻ നന്നായി വേദമന്ത്രങ്ങൾ ഉച്ചരിക്കും, രാവണൻ ലോകത്തിൽ എല്ലാവരെയും കീഴടക്കും, രാവണൻ നന്നായി ചെയ്യുന്ന പ്രവർത്തികൾ ധാരാളമുണ്ട്. ഇതെല്ലാം കഴിവുകൾ, സ്കില്ലുകൾ മാത്രമാണ്. പക്ഷെ രാമനുള്ളത് മൂല്യങ്ങളാണ്. വാൽമീകി മാമുനി ആരംഭത്തിൽ പറഞ്ഞ 66 മൂല്യങ്ങളാണ് രാമന്. രാമന് സ്കില്ലുകൾ ഇത്തിരി കുറവാ, പക്ഷെ രാവണന് മൂല്യങ്ങളില്ല, സ്കില്ലുകളുണ്ട്. രാമായണം സ്കില്ലും വാല്യൂസും തമ്മിലുള്ള യുദ്ധമാണ്. സ്കില്ലുകൾ ഒരു ദിവസം നിലംപൊത്തും, പക്ഷെ ഇപ്പോൾ കയ്യടി കിട്ടുമായിരിക്കാം. വേൾഡ് സെന്ററും പെന്റഗണും ഒക്കെ ലഷ്കർ-ഇ തൊയ്ബ ഇടിച്ചു വീഴ്ത്തിയതുപോലെ ഒരു ഇടിച്ചലായിരിക്കും ഒരു ദിവസം സംഭവിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാല്യൂ നോക്കുമോ, സ്കില്ലുകൾ നോക്കുമോ? നമ്മൾ നമ്മുടെ മക്കളുടെ നൃത്തം ഒരു സ്കില്ലാണ്, മൂല്യമാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യമാണോ നാം കൊടുക്കുന്നത്? സമയനിഷ്ഠയുണ്ടോ അവർക്ക്? മിതവ്യയമുണ്ടോ അവർക്ക്? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമത എന്ന ആ വൈദിക ഋഷിയുടെ മൂല്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത് സ്കില്ലുകളുടെ പുറകെയാണ് നമ്മൾ. ഈ സ്കില്ലുകൾ, മൂല്യങ്ങളുടെ അടിത്തറയില്ലെങ്കിൽ ഈ സ്കില്ലുകൾ ഒരു ദിവസം നിലംപൊത്തും. അന്ന് നാം വിഷമിക്കാതിരിക്കാൻ വാൽമീകി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മൂല്യങ്ങളുടെ അടിത്തറയിൽ സ്കില്ലുകൾ കെട്ടിപ്പൊക്കണം. സ്കില്ലുകൾ വേണ്ടേ? സ്കില്ലുകൾ വേണം, പക്ഷെ കെട്ടിപ്പൊക്കുന്നതിന് മുൻപ് അടിത്തറ മൂല്യങ്ങളായിരിക്കണം. ശ്രീരാമചന്ദ്രനായിരിക്കണം ആദർശമൂർത്തി. അതിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഏത് അറിവുകളുടെയും ഏത് സുഖങ്ങളെയും എന്തൊക്കെ യന്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങളുണ്ടോ അതിനെല്ലാം സ്വീകരിക്കണം. പക്ഷേ മൂല്യം രാമനാണ്. ആ രാമനാണ് നമ്മുടെ ആദർശമൂർത്തി. ആ രാമനാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ വ്യക്തിത്വം. ആ രാമൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതും ഒരു ആദർശ രാഷ്ട്രമാണ്, ആദർശ വ്യക്തിത്വമാണ്. ആ രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കപ്പെടും? അത് നിർമ്മിക്കപ്പെടാൻ നല്ല ഒരു രംഗമുണ്ട് വാൽമീകി രാമായണത്തിൽ, അയോധ്യാകാന്ഡത്തിലെ 100-ാം സർഗം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിൾ എടുത്ത് സർഗം ഒന്ന് അടിച്ചു കൊടുക്കണം. ആ 100-ാം സർഗം
എങ്ങനെയാണ് ഒരു രാജ്യം സ്ഥാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു ധർമ്മരാഷ്ട്രമുള്ളത് എന്ന് രാമൻ ഭരതനെ പഠിപ്പിക്കുന്ന ഭരണോപദേശമാണ്. കച്ചിത് സർഗം എന്നതിന് പേരുണ്ട്. തന്നെ കാണാൻ വരുന്ന തൻ്റെ അനുജനെ അയോധ്യയുടെ അധിപനായിട്ട രാമൻ കാണുന്നത്. സിംഹാസനം ഒഴിഞ്ഞത് രാമൻ അറിയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയനെ കണ്ട് കെട്ടിപ്പിടിച്ച് മടിയിൽ പിടിച്ചിരുത്തി രാമൻ. എന്നിട്ട് തൻ്റെ അനുജനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? അതാണ് കച്ചിത്. എന്താ അല്ലേ അല്ലേ എന്ന് ചോദിച്ചത്? രാജ്യഭരണം നടത്തുമ്പോൾ നീ എന്തൊക്കെ വേണം ശ്രദ്ധിക്കാൻ? ഒരു ധർമ്മരാജ്യം പടുത്തുയർത്താൻ വേണ്ടി ശ്രീരാമചന്ദ്രന്റെ കാര്യപദ്ധതിയുടെ ഒരു മാർഗരേഖയാണ് ഈ 100-ാം അധ്യായം, 100-ാം സർഗം. ഒന്ന് പഠിച്ചു വെക്കണം. കുശാഗ്രബുദ്ധിയും കർമ്മകുശലനുമായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു എങ്ങനെയാണ് ഒരു ധർമ്മമുഖ്യൻ, ഒരു രാജമുഖ്യൻ, ഒരു മുഖ്യമന്ത്രി, എങ്ങനെയാണ് ഒരു പ്രധാന സേവകൻ, ഒരു പ്രധാനമന്ത്രി, എങ്ങനെയാണ് അവരുടെ ഭരണമുഖ്യന്റെ ജീവിതവും സ്വഭാവവും എങ്ങനെയായിരിക്കണം എന്ന് ഭരതനെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ധർമ്മരാഷ്ട്രം ഉണ്ടാവുന്നത് പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ അക്കമിട്ട പഠിപ്പിക്കുന്നത്. ഇത് അക്കമിട്ട് എഴുതി പഠിക്കണം നമ്മൾ. അതിലേറ്റവും സുന്ദരമായ ചില രംഗങ്ങളുണ്ട്. മന്ത്രിമാരെ നീ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാർ ഓരോരുത്തരും മനസ്സിൽ വരട്ടെ. എന്നിട്ട് രാമൻ അന്നത്തെ കാലത്ത് പറഞ്ഞ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. രാമൻ പറഞ്ഞു, ഒരു മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ, മന്ത്രിസഭ വികസിപ്പിക്കാൻ തീരുമാനിച്ച് മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നീ ഒരു കാര്യം സൂചിപ്പിച്ചാൽ അതിൻ്റെ ഉദ്ദിഷ്ട കാര്യം മനസ്സിലാക്കുന്നവരെ മാത്രമേ നീ മന്ത്രിയായി തീരുമാനിക്കാവൂ. മനസ്സിലാവണേ? പ്രധാന സേവകൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരു സൂചന കൊടുത്താൽ അതിൻ്റെ അങ്ങേയറ്റം വരെ ആലോചിച്ച് രാജാവും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ടാക്കി വെച്ചത് വിദേശകാര്യത്ത് പോയിട്ട് അതിൽ 10 മടങ്ങായി ചെയ്യാൻ അതിൻ്റെ ഉദ്ദിഷ്ട കാര്യം മനസ്സിലാക്കുന്നവരെ വേണം നീ മന്ത്രിയാക്കി വെക്കാൻ. മാത്രമല്ല, നീതിശാസ്ത്ര നിപുണന്മാരെ മാത്രമേ മന്ത്രിയാക്കി വെക്കാവൂ ഭരത. അത് നീ ശ്രദ്ധിക്കുന്നില്ലേ? മാത്രമല്ല, കാര്യാലോചനകൾ പരസ്യമാക്കാത്തവരെ വേണം മന്ത്രിയാക്കി വെക്കാൻ. പല രഹസ്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അത് പരസ്യമാക്കുന്നവരെ ഒരിക്കലും മന്ത്രിയാക്കരുത്. 1000 മൂഢന്മാരെ മന്ത്രിയാക്കുന്നതിനും ഭേദം ഒരു ബുദ്ധിമാനെ മന്ത്രിയാക്കുന്നതാണ് നല്ലത് ഭരത. അതും നീ ശ്രദ്ധിക്കുന്നില്ലേ? മാത്രമല്ല, മന്ത്രിയായി നിശ്ചയിക്കുന്നവർ അഴിമതിക്കാരായിരിക്കരുത്, കളങ്കമില്ലാത്തവരായിരിക്കരുത്, കാപ്പട്യമില്ലാത്തവരായിരിക്കരുത്, പരമ്പരാഗതമായി എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കണം മന്ത്രിയായി തീരുമാനിക്കേണ്ടത്. അകമ്പുറം സംശുദ്ധരായവരെ കുറിച്ച് അവരെ മാത്രമേ മന്ത്രിയായി തീരുമാനിക്കാവൂ. കാര്യങ്ങൾ നടത്താൻ കഴിയാത്തവരെ കൊണ്ട് അനർത്ഥം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരക്കാരെ മന്ത്രിസഭയിൽ നീ ഒരിക്കലും ചേർക്കരുത്. ബുദ്ധി കൊണ്ട് മെച്ചപ്പെട്ടവരെ വേണം മന്ത്രിസഭയിൽ എടുക്കാൻ. ഇങ്ങനെ നിലവാരമുള്ളവരെ തിരഞ്ഞെടുത്ത് യോഗ്യമായിട്ടുള്ള വകുപ്പുകൾ കൊടുക്കണം ഭരത. അത് നീ ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? എവിടെയാ ഒരു രാമരാജ്യവും ധർമ്മരാഷ്ട്രവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്? രാമൻ എന്ന കുശാഗ്ര ബുദ്ധിയുള്ളവൻ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ധർമ്മരാഷ്ട്രത്തിനൊരു മാർഗരേഖ എഴുതിയുണ്ടാക്കി. വാൽമീകി മാമുനി എത്രയെത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഒരു ധർമ്മരാഷ്ട്രത്തിനു വേണ്ടി നമ്മുടെ മുന്നിൽ മന്ത്രിമാരെ കുറിച്ച്, മാത്രമല്ല ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലിനെ കുറിച്ച്, സൈനിക ശക്തി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെ കുറിച്ച്, നീതിന്യായ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വിശദീകരണം, ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുദൃഢമാക്കാൻ ചെയ്യേണ്ട പ്രവർത്തികൾ, പ്രത്യേകിച്ചും കരം പിരിക്കേണ്ടതിനെ കുറിച്ച് രാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാക്സ് കഠോരമായിരിക്കരുത്. കഠോരമായാൽ പ്രജകൾ രാജാവിനെതിരെ തിരിയും ഭരത. അതുകൊണ്ട് കഠോരമല്ലാത്ത കരത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. ചാരവലയം എങ്ങനെയായിരിക്കണം? സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും ഒക്കെ ആ ചാരവലയത്തെ കുറിച്ച് നീ ചിന്തിക്കണം. കോഴയ്ക്കും അഴിമതിക്കും വഴങ്ങാത്ത, കറ പുരളാത്ത ശുദ്ധമായ വ്യക്തിത്വങ്ങളെ വേണം രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായി തീരുമാനിക്കാൻ. വിദേശകാര്യ വകുപ്പിനെ കുറിച്ച് രാമൻ പറഞ്ഞു കൊടുത്തു. മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം അവരുടെ സഹകരണം ഉറപ്പുവരുത്താൻ രാജാവ് എല്ലാ ദിവസവും മന്ത്രിസഭയുടെ ഉപഘടകങ്ങളുമായി ഒരുമിച്ചിരുന്ന് അതാത് ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തണം ഭരത. അത് നീ ശ്രദ്ധിക്കണം.
തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് ഭരത ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നീ വളരെ ശ്രദ്ധിക്കണം. മൂവർ ചേർന്നാൽ മുറ്റമടിക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ ഭരത? അതുകൊണ്ട് നിർണായക തീരുമാനങ്ങളിൽ 3 അതിലധികമോ പാടില്ല ഭരത. അവർ വിളിച്ചു പറയും. അതുകൊണ്ട് പല തീരുമാനങ്ങളും പലരും അറിയുന്നത് ആ നിർണായക ശക്തിയുള്ളവർ, ആ ക്യാബിനറ്റിൽ തലമുതിർന്ന കുശാഗ്രബുദ്ധിയുള്ള അവരിലൂടെ മാത്രമേ പാടൂ. അവസാനം ശമ്പളം കൊടുക്കേണ്ടതിനെ കുറിച്ച്, ശമ്പളം കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് അവരെ നിയമിച്ചപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ശമ്പളം കൊടുക്കണം. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച്, വളർത്തുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ കൃഷി ഇല്ലാതാക്കുമ്പോൾ അവിടെ നീ എന്തൊക്കെ ചെയ്യണം? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായത്. അവിടെ നിന്റെ ശ്രദ്ധ എങ്ങനെ വേണം? നമ്മുടെ രാജ്യം അയോധ്യയെക്കുറിച്ച് നീ ചിന്തിക്കണം. ഗുരുക്കന്മാരെ പൂജിക്കണം. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കണം. ഇങ്ങനെ അവസാനം പറഞ്ഞ് ഒരു രാജാവിൻ്റെ യോഗ്യതയെ പറ്റി പറഞ്ഞു. ഒരു രാജാവാകുമ്പോൾ, അതായത് ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ, ഒരു മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ നിനക്ക് 14 ദോഷങ്ങൾ നിനക്ക് ഉണ്ടാവരുത്. 14 ദോഷങ്ങൾ ഇല്ലാത്തവനാണ് പ്രധാന സേവകൻ, മുഖ്യ കാര്യം ചെയ്യുന്നവൻ. അതുകൊണ്ട് 14 ദോഷങ്ങളെ രാമൻ പറയുന്നുണ്ട്. ഒന്ന്, രാജാവ് ഒരിക്കലും നാസ്തികനായിരിക്കരുത്. നാസ്തികൻ എന്നാൽ നിരീശ്വരവാദി എന്നല്ല അർത്ഥം. നാസ്തികൻ എന്നാൽ വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്തവൻ. അവൻ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഭരണമുഖ്യനാകരുത്. നുണയനായിരിക്കരുത്. നുണ പറയുന്നവനെ ഒരിക്കലും ഭരണമുഖ്യനാക്കരുത് ഭരത. അത് നീ ശ്രദ്ധിക്കണം. ശുണ്ഠിക്കാരനെ, മൂക്കത്ത് ശുണ്ഠിയുള്ളവനെ ഒരിക്കലും നീ രാജ്യത്തിന്റെ അധിപനാക്കരുത് ഭരത. വിവരദോഷിയെ ഒരിക്കലും ഭരണാധികാരിയായി തീരുമാനിക്കരുത്. ഇങ്ങനെ ഒരു രാജാവിന് വരാൻ സാധ്യതയുള്ള 14 ദോഷം, ശ്രദ്ധിക്കാതിരുന്നാൽ വരുന്ന 20 ദോഷങ്ങളെ കുറിച്ച് രാമൻ വീണ്ടും പറയും. ഇങ്ങനെ നമ്മൾ ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ഒരു സമഗ്ര ജനജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഇതിഹാസ കാവ്യമാണ് വാൽമീകി രാമായണം. എങ്ങനെയാ ധർമ്മരാഷ്ട്രം, രാമരാജ്യം ഉണ്ടാകാൻ പോകുന്നത്? രാമരാജ്യം സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ നിയമങ്ങൾക്കനുസരിച്ചാണ്. രാമൻ ഭരതനോട് ചോദിക്കുന്ന ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ ഭരണാധികാരികളോട്. നിങ്ങൾ ഇങ്ങനെയാണോ സുഹൃത്തെ? ഇത് പൊതുജനം ഭരണാധികാരികളോട് ചോദിക്കുന്ന വാക്കുകളാണ്. കർത്തവ്യബോധത്തോടെ കർമ്മം ചെയ്യാൻ തൻ്റെ അനുജനെ, ഒരു രാജാവിനെ ഏറ്റവും തൽപരതയുള്ളവനാക്കാൻ രാമൻ കൊടുക്കുന്ന ഉപദേശങ്ങളെ നമ്മൾ ഈ കേട്ടെ. ഇത്തരം ഒരു ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ ഭരിക്കുന്ന ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അയോധ്യ. ആ അയോധ്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭരണത്തിൻ്റെ പേരാണ് രാമരാജ്യം എന്നുള്ള ആദർശ ജീവിതം. ഈ ആദർശ ജീവിതമാണ്, രാമരാജ്യമാണ്, ധർമ്മരാഷ്ട്രമാണ്. ധർമ്മത്തെ മുൻനിർത്തിയുള്ള നമ്മുടെ ജീവിത മൂല്യങ്ങളെ സംരക്ഷിച്ചുള്ള ജീവിത വ്യവസ്ഥയാണ് രാമരാജ്യം എന്നുള്ളത്. ആ രാമരാജ്യം വാൽമീകി രാമായണം നമുക്ക് സമ്മാനിക്കുന്ന വർത്തമാനകാലത്തിലെ വ്യഥകൾക്ക്, വെല്ലുവിളികൾക്ക്, ഭീഷണികൾക്ക്, ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് എല്ലാത്തിനുമുള്ള സങ്കടമോചകമാണ്. മൃതസഞ്ജീവനി മന്ത്രമാണ് വാൽമീകി രാമായണം എന്നുള്ളത്. ഇതാണ് ഒരു മണിക്കൂറും 22 മിനിറ്റും എടുത്ത് പറയാൻ എൻ്റെ മനസ്സിൽ വന്ന രാമായണം കാലാനുവർത്തിയും ത്രികാലങ്ങളിലും എന്നും യോഗ്യമായ രാമായണത്തിലെ കഥകളെല്ലാം ഓരോ കഥാസന്ദർഭങ്ങൾ. ഈ സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശ്രീരാമചന്ദ്രൻ എന്ന അവതാര വരിഷ്ഠനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. അവതാരങ്ങളെല്ലാം കൊല്ലാനാണ് എന്നൊരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. രാമൻ ജനിച്ചത് രാവണനെ കൊല്ലാനാണ് അത്രേ. കൃഷ്ണൻ ജനിച്ചത് കംസനെ കൊല്ലാനാണ്. ഓരോ അവതാരങ്ങളും കൊല്ലാനാണ് എന്ന് പഠിപ്പിച്ചാൽ തെറ്റായ ഒരു സന്ദേശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഒരവതാരങ്ങളും ജനിച്ചത് കൊല്ലാനല്ല. എല്ലാ അവതാരങ്ങളുടെ ഉദ്ദേശം യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന മനോഹരമായ 7-8 ശ്ലോകങ്ങൾ 4-ാം അധ്യായത്തിലെ ആ ഭഗവത്ഗീത എടുത്തു നോക്കിയാൽ ധർമ്മ സംരക്ഷണമാണ് അവതാരങ്ങളുടെ ഉദ്ദേശം. എന്താ അവതാരങ്ങളുടെ ഉദ്ദേശം? ധർമ്മ സംരക്ഷണം. ധർമ്മം സംരക്ഷിക്കുമ്പോൾ 2 കാര്യം ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാ അവതാരങ്ങളും. അല്ല, ഈ 2 കാര്യമാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളൂ.
ഈ രണ്ട് കാര്യമാണ് ഒരു നല്ല തോട്ടക്കാരൻ ചെയ്യേണ്ടത്. ലോകത്തിൽ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള 3 ഉദ്യാനങ്ങളുണ്ട്. ദേവേന്ദ്രന്റെ നന്ദനോദ്യാനമുണ്ട്, കുബേരന്റെ ചൈത്രരഥമുണ്ട്, രാവണന്റെ പ്രമദാവനമുണ്ട്. നമ്മളൊരു പൂന്തോട്ടം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് ആലോചിക്കുക. ഈ പൂന്തോട്ടം നോക്കുന്ന ഒരു തോട്ടക്കാരനാണ് നമ്മളെങ്കിൽ ഈ തോട്ടം നമ്മൾ എങ്ങനെയാ പരിപാലിക്കുന്നത്? ഇത് പരിപാലിക്കുന്നതിന് 2 കാര്യങ്ങളാണ് നാം ചെയ്യുക. ഒന്ന്, ആ തോട്ടത്തിലുള്ള ചെടികൾ അതിനു വേണ്ട വെള്ളവും വളവും മണ്ണും ഒക്കെ നൽകി ആ ചെടികൾക്ക് അതിൻ്റെ ജന്മസാഫല്യത്തിന് വേണ്ടി, ജന്മലക്ഷ്യം നേടുവാൻ വേണ്ടി അവയ്ക്ക് വളരാൻ വേണ്ട അനുകൂല സാഹചര്യത്തെ ഒരുക്കും. ശരിയല്ലേ? ഒന്നാമത്തെ പ്രവൃത്തി അതിനെ വളർത്തി വലുതാക്കും. രണ്ടാമത്തെ പ്രവൃത്തി, ആ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ചെടികൾക്കിടയിൽ ഒരു കളകൾ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ആ ചെടികൾ പൂക്കൾ പൂമുട്ടായിരിക്കുമ്പോൾ പുഴുക്കുത്തേറ്റ് നശിക്കാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ ഇടയിൽ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന കളകളെ വേരോടുകൂടി പിഴുതു കളയണം. ഇതാണ് ഒരു തോട്ടക്കാരന് ചെയ്യാനുള്ളത്. ഇതാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളത്. ഇതാണ് അവതാരങ്ങൾക്കും ചെയ്യാനുള്ളത്. അവതാരങ്ങൾ സാധുജനങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവരാണ്. സാധുജനങ്ങൾക്ക് ലോകമംഗളത്തിന് തപം ചെയ്യുന്ന സാധുക്കളായ ഋഷിമാർ, ആ ഋഷിമാർക്ക് ലോകമംഗളം ചെയ്യാൻ അവസരമൊരുക്കുക. യാഗയജ്ഞാദികൾക്ക് എവിടെയെങ്കിലും ഒരു വെല്ലുവിളി വന്നാൽ അത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത്, ഇതിന് സാഹചര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചില അസുരപ്രവർത്തികൾ കണ്ടാൽ അവയെ വേരോടുകൂടി പിഴുതു കളയുക. ഇതാണ് ദുഷ്ടനിഗ്രഹം എന്നുള്ളത്. ഒന്നാമത്തെ സാധു സംരക്ഷണം, 2 ദുഷ്ടനിഗ്രഹം. ഒന്നാമത്തെ ചെടികളെ സംരക്ഷിക്കുക, 2 കളകളെ പറിച്ചു കളയുക. ഒന്നാമത്തത് മക്കൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, 2 അവരുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന കളകളെ പിഴുതു കളയുക. ഇവിടെ ശ്രീരാമൻ എന്തിനാ ജനിച്ചത്? ശ്രീരാമന്റെ അവതാര ദൗത്യം എന്താ? രാമന്റെ അവതാര ദൗത്യം ഋഷിമാർ അരണ്യങ്ങളിൽ തപം ചെയ്ത് ആ തപം ചെയ്ത ഋഷിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ആരണ്യകങ്ങൾ എന്ന ഗ്രന്ഥ സമുച്ചയമുണ്ട് വേദങ്ങളിൽ. വേദ സരണികളിൽപ്പെട്ട ഈ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത് അരണ്യങ്ങളിൽ തപം ചെയ്ത ഋഷിമാർ തന്ന വിജ്ഞാന സമ്പത്താണ്. ഈ ഋഷിമാർ തപം ചെയ്യുന്നത് ലോകമംഗളത്തിനാണ്. ലോകത്തിന് നന്മ വരണമെന്നാഗ്രഹിച്ചവർ തപം ചെയ്യുന്നേ. ഈ തപസ്സിനിടയിൽ അവർക്കുണ്ടാകുന്ന ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. തപസ്സിൽ നിന്നുണ്ടാകുന്ന അറിവുകളുണ്ട്. ഈ അറിവുകളാണ് വേദമായി ലോകത്തിൽ കേൾക്കപ്പെട്ടത്, ശ്രുതിയാണത്. ആ കേൾക്കപ്പെട്ട ചിരന്തന സത്യത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നു. അരണ്യങ്ങളിലെ ഈ വിജ്ഞാന സ്രോതസ്സുകൾ വെല്ലുവിളികൾ നേരിടുന്നു. അവർക്ക് യാഗം യജ്ഞം ചെയ്യാൻ പറ്റാതെ യജ്ഞവിഘ്നകാരികളായ രാക്ഷസ പ്രഭൃതികൾ വളർന്നു വരുന്നു. ശ്രീലങ്കയിൽ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് രാവണൻ തൻ്റെ അധികാര പ്രഭാവം വർദ്ധിപ്പിച്ചപ്പോൾ ഈ ഭാരതത്തിലെ യജ്ഞ സംസ്കൃതി വെല്ലുവിളി നേരിട്ടു. ആ വെല്ലുവിളി നേരിട്ട യജ്ഞ സംസ്കൃതിയെ, യാഗ സംസ്കൃതിയെ, വിജ്ഞാന സ്രോതസ്സുകളെ സംരക്ഷിക്കാനാണ് ശ്രീരാമചന്ദ്രൻ വനവാസം തിരഞ്ഞെടുത്തത്. വനവാസത്തിന്റെ 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം രാമൻ ചെയ്തത് എന്താ? രാമൻ ചെയ്തത് ഋഷിമാരെ സംരക്ഷിക്കലായിരുന്നു. രാമൻ ചെയ്തത് ഋഷിമാരുടെ സംരക്ഷണമായിരുന്നു. യജ്ഞത്തിന് അനുഗുണമായ രീതിയിൽ ഈ വിജ്ഞാന സ്രോതസ്സുകളെ, ഭാരതമെന്ന ഈ വിജ്ഞാന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാന കാരണമായ ഈ കാവ്യവസ്ത്രധാരികളെ, ഈ ഋഷിമാരെ, അവരെ സംരക്ഷിച്ചാൽ മാത്രമേ ഭാരതം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് രാമൻ 12 വർഷം, വാൽമീകി രാമായണം എടുത്താൽ ഒന്നാമത്തെ വർഷം ഈ ആശ്രമ മണ്ഡലത്തിൽ, രണ്ടാമത്തെ വർഷം ഈ ആശ്രമത്തിൽ, മൂന്നാമത്തെ വർഷം ഇന്നാശ്രമത്തിൽ. രാമൻ ഓരോ ആശ്രമങ്ങളിലേക്കും കയറി ഇറങ്ങുമ്പോൾ, ശരഭംഗ മാമുനിയുടെ ആശ്രമത്തിൽ വരുമ്പോൾ 21 ഋഷിമണ്ഡലത്തിലെ പ്രതിനിധികൾ നിവേദനം കൊടുക്കാൻ കാത്തു നിൽക്കുന്നത് കണ്ടു രാമൻ.
അവർ വന്ന് രാമനോട് പറഞ്ഞു, രാമ, അരക്കന്മാർ ഞങ്ങളെ കൊല്ലുന്നു. നീ ആ കാണുന്ന മല പോലെ കൂട്ടിയിട്ട അസ്ഥികൂടങ്ങൾ കണ്ടോ? ഞങ്ങളുടെ പൂർവികന്മാരായ ഋഷിമാരെ ആ നക്തഞ്ജനന്മാർ കൊന്നുകളഞ്ഞ അവരുടെ അസ്ഥികളുടെ ഒരു മല കാണിച്ചിട്ട് പറഞ്ഞു, രാമ, ഞങ്ങൾക്ക് തപശക്തിയുണ്ട്. ആ തപശക്തി അവരെ ശപിച്ചു കളയാനുള്ളതല്ല, ലോകമംഗളത്തിനാ. അതുകൊണ്ട് ഞങ്ങൾ മരണം വരിക്കുന്നു രാമ. ഞങ്ങൾ വെറുതെ കളയില്ല തപസ്, ദേഷ്യപ്പെട്ട് ശപിച്ച് കളയില്ല രാമ. അതുകൊണ്ട് ഞങ്ങൾ മരണം സ്വീകരിച്ചവരുടേതാണ് ഈ കുന്നുപോലെ കിടക്കുന്ന തലയോട്ടികളും എല്ലുകളുമെല്ലാം. ഇത് കണ്ട് രാമൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഞാൻ വനവാസത്തിന് വന്നത് ഈ ആർഷ സംസ്കൃതിയെ സംരക്ഷിക്കാനാണ്. 12 വർഷമാണ് ശ്രീരാമചന്ദ്രൻ യജ്ഞ സംരക്ഷണം ചെയ്ത് യജ്ഞത്തിന് അനുകൂലമായിട്ടുള്ള അറിവിന്റെ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ മുഴുവൻ സംരക്ഷിക്കാൻ 12 വർഷം കൊണ്ടാണ് രാമൻ 14,000 രാക്ഷസ പരീക്ഷകളെ മുഴുവൻ, ഖരനെയും ദൂഷനെയും ത്രിശിരസിനെയും അടക്കം സർവരെയും വധിച്ച് യജ്ഞത്തിന് പറ്റുന്ന രീതിയിൽ ഭാരതത്തിലെ ദണ്ഡകാരണ്യത്തെ മാറ്റിയെടുത്തത്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് വിജ്ഞാനത്തെ, വേദത്തെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കാവ്യവസ്ത്രത്തെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഈ യജ്ഞ സംസ്കൃതിയെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് വിശ്വഗുരു സ്ഥാനത്തിരുന്ന ഈ ഭാരതം വീണ്ടും ഈ വിജ്ഞാനത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലിരിക്കാൻ അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടി ആരാണ് തടസ്സം നിൽക്കുന്നത്? രാവണനാണോ? എങ്കിൽ അവനെ വേരോടെ പിഴുതുകളയണം. ഈ 2 പ്രവൃത്തിയാണ് ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശം, അവതാര ദൗത്യം എന്നുകൂടി മാത്രം മനസ്സിലാക്കി രാമായണം എന്ന ഈ മഹാകാവ്യം അത് എല്ലാ കാലത്തും നമുക്ക് പഠിക്കാനുള്ള നിരവധി മൂല്യങ്ങളുടെ നിലവറയാണ് എന്ന് മനസ്സിലാക്കി വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഈ നടക്കുന്ന ഹിന്ദു ധർമ്മ പരിഷത്ത് വളരുന്ന തലമുറയ്ക്ക് വേണ്ടതായിട്ടുള്ള ജീവിത മൂല്യങ്ങളെ പകർന്നു കൊടുക്കേണ്ട ഇടമാണ്. നമ്മുടെ ഈ പരിഷത്തിന് 112 വർഷം നീണ്ടുനിന്ന തപസ്, ചട്ടമ്പിസ്വാമികളുടെ സ്മരണ കൊണ്ട് പവിത്രമായ ഈ ഭൂമി, ഈ പമ്പാ നദിയുടെ മണൽത്തരികൾ, ഇങ്ങനെയുള്ള മണൽത്തരികളിൽ തപം ചെയ്ത ഋഷിമാരോട് നമുക്ക് ചെയ്യാനുള്ള കൃതജ്ഞത എന്ന് പറയുന്നത്, ഇവിടെ ഏതൊക്കെ ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ അവരെ വിളിച്ചുകൂട്ടി കൊണ്ടുവരാനുള്ള ഒരു മനസ്സുകൂടി നാം കാണിക്കണം. ഒറ്റയ്ക്ക് വരിക എന്നതല്ല. പണ്ട് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ അയൽവശത്തുള്ള എൻ്റെ ബന്ധുക്കളായവർ കൂടി വന്നാൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഈ വിജ്ഞാനത്തിൻ്റെ അക്ഷയഖനികൾ തുറക്കുന്ന ഈ ഒരു ദിവസങ്ങൾ അത് ഏറ്റവും സമ്പന്നമാക്കാൻ, സമ്പൂർണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിന് നമ്മുടെ ഗുരുപരമ്പര മുഴുവൻ നമുക്ക് അനുഗ്രഹവർഷം ചൊരിയട്ടെ. അവരുടെ പ്രേമപൂർണമായ ആ കൈകൾ, വിശ്വാസമുണ്ട് എനിക്കെന്നും ഈ ശിരസിന് മുകളിൽ പ്രേമാശിസ്സുകളുമായി ആ കൈകൾ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സന്ധ്യാസമയം സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.